നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ആമീൻ. കാലാകാലങ്ങളിൽ സഭയിലെ ഗായസംഘ ശുശ്രൂഷയ്ക്കായി അവിടുത്തെ പ്രിയ മക്കളെ വിളിച്ചു വേർതിരിക്കുന്ന ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഗായസംഘ ഞായറാഴ്ചയായി ഞങ്ങൾ ഒരുമിച്ച് കൂടി വരുമ്പോൾ ഈ നാളുകളിൽ സ്വർഗീയ ദൂതസിനോട് ചേർന്ന് ഇമ്പമേറിയ ഗാനങ്ങൾ ആലപിപ്പാൻ തക്കോണം അവിടുത്തെ ഓരോ പ്രിയ മക്കളെ ശക്തീകരിക്കുകയും സഹായിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ കോവിഡ്-19 കാലഘട്ടത്തിൽ ഞങ്ങളായിരിക്കുന്ന ഭവനങ്ങളിലിരുന്ന് അങ്ങ് ആരാധിക്കുമ്പോൾ, സ്തുതിക്കുമ്പോൾ അവിടുത്തെ നന്മകളാൽ ധന്യമാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ശുശ്രൂഷയുടെ ആദ്യ അവസാനം അവിടുത്തെ ദൈവമായ സാന്നിധ്യം കൂടിയിരിക്കണമെന്ന് മശിഹായുടെ നാമത്തിൽ യാചിക്കുന്നു. കൃപയോട് കേൾക്കുമാറാകണമേ. ആമീൻ. ദൈവനാമ സ്തുതിക്കും മഹത്വത്തിനുമായി ജ്ഞാന കീർത്തനങ്ങളിൽ 29-ാം കീർത്തനം, ഹിൻ നമ്പർ 29. നമുക്ക് ദൈവത്തെ ആരാധിക്കാം. ദൈവം ആത്മാവാകുന്നു. അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. നമ്മുടെ പിതാവായ ദൈവത്തിങ്കിൽ നിന്നും കർത്താവായ യേശു ക്രിസ്തുവിൽ നിന്ന് നിങ്ങൾക്ക് കൃപയും സമാധാനം ഉണ്ടാകട്ടെ. ഇത് യഹോവ ഉണ്ടാക്കിയ ദിവസം, ഇന്ന് നാം സന്തോഷിച്ച് ആനന്ദിക്കാം. കർത്താവേ, ഞങ്ങളുടെ അധരങ്ങളെ തുറക്കണമേ.
എന്നാൽ ഞങ്ങളുടെ വായ് നിന്റെ സ്തുതിയെ വർണ്ണിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വമുണ്ടാകട്ടെ. അതെങ്കിൽ ഇപ്പോഴും നീക്കൾ പ്രകാരം തന്നെ. തൃത്വത്തിന് സ്തുതി. പേജ് നമ്പർ 34. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. ആകാശവും ഭൂമിയും നിന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. മഹോന്നതനായ കർത്താവേ, നിനക്ക് മഹത്വമുണ്ടാകട്ടെ. കർത്താവിൻ്റെ നാമത്തിൽ വന്നവൻ വരായിരിക്കുന്നു, വാഴ്ത്തപ്പെടാനാവുന്നു. ഉന്നതങ്ങളിൽ സ്തുതി. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. സർവശക്തനേ, നീ പരിശുദ്ധനാകുന്നു. സർവശക്തനേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. പരിശുദ്ധാത്മാവായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. പരിശുദ്ധാത്മാവായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥനകളും സ്തോത്രങ്ങളും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ, കൃപ ഞങ്ങളോട് ചെയ്യണമേ. ഗ്ലോറിയ നമുക്ക് ചേർന്ന് ഉപയോഗിക്കാം. പേജ് നമ്പർ 5. മനുഷ്യർക്കു സമാധാനമുണ്ടാകട്ടെ. കർത്താവായ ദൈവമേ, സ്വർഗീയ രാജാവേ, സർവശക്തിയുള്ള പിതാവായ ദൈവമേ, ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങൾ നിന്നെ വാഴ്ത്തുന്നു. ഞങ്ങൾ നിന്നെ വന്ദിക്കുന്നു. ഞങ്ങൾ നിന്നെ മഹത്വപ്പെടുത്തുന്നു. നിന്റെ വലിയ മഹത്വത്തിനായി ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. ഏകജാതനായ പുത്രനായ യേശു ക്രിസ്തുവാകുന്ന കർത്താവേ, കർത്താവായ ദൈവമേ, പിതാവിന്റെ പുത്ര, ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്നവനെ, ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ. പിതാവായ ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുന്നവനെ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. നീ മാത്രമല്ലോ പരിശുദ്ധൻ, നീ മാത്രം കർത്താവ്. മശിഹായേ, നീ മാത്രം പരിശുദ്ധാത്മാവിനോട് കൂടെ പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിൽ മൗനതനാകുന്നു. നമുക്ക് വീണ്ടും പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം ഞങ്ങളുടെ ആരാധനയും സ്തോത്രവും തിരുമ്പാകെ അർപ്പിക്കുന്നതിനായി ഞങ്ങൾ നിൻ്റെ സന്നിധിയിലേക്ക് വന്നിരിക്കുന്നു. ഞങ്ങളുടെ പാവങ്ങളെ പരമാർത്ഥമായി ഏറ്റുപറയുന്നതിനും മറ്റുള്ളവർക്കും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഞങ്ങളെ സഹായിക്കണമേ. നിൻ്റെ പരിശുദ്ധ വചനം സ്തുതിയോടെ കേൾക്കുന്നതിനാൽ ഞങ്ങൾ നിൻ്റെ സ്നേഹത്തിൻ്റെ വലുപ്പത്തെ കൂടുതൽ അർത്ഥമായി അറിയുകയും നിൻ്റെ കൃപാവലങ്ങളെ ഞങ്ങളുടെ ജീവിതത്തിൽ തെളിച്ചു കാണിക്കുകയും ചെയ്യേണ്ടതിന്
ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം കൃപ ചെയ്യണമേ. ആമീൻ. പാവസ്വീകാരം, പേജ് നമ്പർ 40. നമുക്ക് പാവമില്ല എന്ന് നാം പറയുന്നുവെങ്കിൽ നമ്മെ തന്നെ വഞ്ചിക്കുന്നു. സത്യം നമ്മെ ഇല്ലാതെയായി നമ്മുടെ പാവങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അവ നമ്മുടെ പാവങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാകുന്നു. ഞാൻ എഴുന്നേറ്റ് അപ്പൻ്റെ അടുക്കൽ ചെന്ന് അവനോട്, അപ്പാ, ഞാൻ സ്വർഗത്തോടും നിന്നോടും പാവം ചെയ്തിരിക്കുന്നു, ഇനി നിന്റെ മകന് പേരിന് ഞാൻ യോഗ്യനല്ല എന്ന് പറയും. ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പീൻ. നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല, പാവൊഴികെ സർവ്വതുല്യമായി പരീക്ഷിക്കപ്പെട്ടവനത്രേ നമുക്കുള്ളത്. അതുകൊണ്ട് മുട്ടുകുത്തി മൗനമായി നമ്മെ തന്നെ ശോധന ചെയ്യാം. നമുക്ക് നമ്മുടെ പാവങ്ങളെ സർവശക്തനായ ദൈവത്തോട് വിനയമായി ഏറ്റുപറയാം. രണ്ടാമത്തെ പ്രാർത്ഥന ചേർന്ന് പ്രാർത്ഥിക്കാം. പേജ് നമ്പർ 42. ഞങ്ങളുടെ പിതാവായ ദൈവമേ, ഞങ്ങൾ വിചാരത്തിലും വാക്കിലും പ്രവർത്തിയിലും നിനക്ക് വിരോധമായി പാവം ചെയ്തിരിക്കുന്നു. ഞങ്ങൾ നിന്നെ പൂർണ്ണഹൃദയത്തോടെ സ്നേഹിച്ചിട്ടില്ല. ഞങ്ങൾ ഞങ്ങളുടെ കൂട്ടുകാരെ ഞങ്ങളെപ്പോലെ തന്നെ സ്നേഹിച്ചിട്ടില്ല. ഞങ്ങളോട് കരുണയുണ്ടാകണമെന്ന് ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ പാവങ്ങളിൽ നിന്ന് ഞങ്ങളെ ശുദ്ധീകരിക്കുകയും ദോഷത്തെ ജയിക്കുവാൻ ഞങ്ങൾക്ക് സഹായിക്കുകയും ചെയ്യണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. ആമീൻ. എപ്പോഴും കരുണയുണ്ടാകുകയും ക്ഷമിക്കുകയും ചെയ്യുന്ന സ്വഭാവ ലക്ഷണമുള്ള ദൈവമേ, ഞങ്ങളുടെ താഴ്മയുള്ള അപേക്ഷകളെ കൈക്കൊള്ളണമേ. ഞങ്ങളുടെ പാവച്ചങ്ങളെ കൊണ്ട് ബന്ധിക്കപ്പെട്ടവരാകുന്നുവെങ്കിലും ഞങ്ങളുടെ മധ്യസ്ഥനും കാര്യസ്ഥനുമായ യേശു ക്രിസ്തുവിൻ്റെ ബഹുമാനത്തിനായിട്ട് നിൻ്റെ മഹാനോടുകൂടിയ കനിവ് കൊണ്ട് ഞങ്ങളെ അഴിച്ചുവിടണമേ. ആമീൻ. ഇന്നത്തേക്കുള്ള പ്രത്യേകമായ അപേക്ഷ, ഗായസംഘ ഞായർ സ്തുതിയും സ്തോത്രവും ജീവിതത്തിലൂടെയും ശുശ്രൂഷയിലൂടെയും ദൈവദൂതന്മാരുടെയും സ്വർഗത്തിലെ സകല സൈന്യങ്ങളുടെയും സ്തുതികളിൽ വസിക്കുന്ന പരിശുദ്ധനായ ദൈവമേ, അവിടുന്ന് ഞങ്ങളുടെ സ്തുതി സ്വതയാഗങ്ങൾ സ്വീകരിക്കുന്നവനാകിയാൽ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ആരാധന സമൂഹം എന്ന നിലയിൽ ഞങ്ങളുടെ വിളിക്കനുസരിച്ച് വേറിട്ടൊരു ജീവിതത്തിലൂടെയും ശുശ്രൂഷയിലൂടെയും അവിടുത്തെ മഹത്വം വെളിപ്പെടുത്തുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളെ സുഖദുഃഖ മധ്യത്തിൽ സദാ സാന്നിധ്യം നൽകുന്ന പരിശുദ്ധാത്മാവിൻ്റെ നൽവരങ്ങൾ ഞങ്ങൾ പകർന്നു നൽകണമേ. പരിശുദ്ധാത്മാവിൻ്റെ കിന്നരങ്ങളുമായി രൂപാന്തരപ്പെടുവാനും ദൈവരാജ്യത്തിൻ്റെ സന്ദേശവകരായി രൂപാന്തരപ്പെടുവാനും ദൈവരാജ്യത്തിൻ്റെ സന്ദേശവകരായി ഞങ്ങളുടെ ശുശ്രൂഷ അനുസൃതം തുടരുവാനും സഹായിക്കണമേ. പിതാവിനോടും പരിശുദ്ധാത്മാവിനും കൂടെ ഏകദൈവമായി കാലാവസ്ഥാനം കൂടാതെ ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമീൻ. പഴയ നിയമ വേദഭാഗം ഫസ്റ്റ് ലെസൺ. The first lesson for today is taken from the book of Exodus, chapter 15, verses beginning from 1 to 21. Exodus, chapter 15, verses beginning from 1 to 21. Then Moses and the people of Israel sang this song to the Lord, saying, I will sing to the Lord, for he has triumphed gloriously. The horse and his rider he has thrown into the sea. The Lord is my strength and my song. He has become my salvation. This is my God, and I will praise him, my father's God, and I will exalt him. The Lord is a man of war, the Lord is his name. Pharaoh's chariots and his hosts he cast into the sea, and his chosen officers were sunk in the Red Sea. The floods covered them, and they went down into the depths like a stone. Your right hand, O Lord, glorious in power. Your right hand, O Lord, shatters the enemy. In the greatness of your majesty, you overthrow your adversaries. You send out your fury, it consumes them like stubble. At the blast of your nostrils, the waters piled up. The flood stood up in a heap. The deeps congealed in the heart of the sea. The enemy said, I will pursue, I will overtake.
I will divide the spoil, my desire shall have its fill from them. I will draw my sword, my hand shall destroy them. You blew with the wind, the sea covered them. They sank like lead in the mighty waters. Who is like you, O Lord, among the gods? Who is like you, majestic in his holiness? Awesome in glorious deeds, doing wonders. You stretched out your right hand, the earth swallowed them. You have led in your steadfast love the people whom you have redeemed. You have guided them by your strength to your holy abode. The people have heard, they tremble, pangs have seized the inhabitants of Philistia. Now are the chiefs of Edom dismayed, trembling seizes the leaders of Moab. All the inhabitants of Canaan have melted away, terror and dread have fallen upon them because of the greatness of your arm. They are still as a stone. Till your people, O Lord, pass by, till the people by whom you have purchased. You will remember them and plant them on your own mountain, the place, O Lord, which you have made for your abode, the sanctuary, O Lord, which your hands have established. The Lord will reign forever and ever. For when the horses of the Pharaoh with his chariots and his horsemen went into the sea, the Lord brought back the waters of the sea upon them. But the people of Israel walked out dry around the midst of the sea. Then Miriam the prophetess, the sister of Aaron, took a tambourine in her hand, and all the women went out with her with the tambourines and dancing. And Miriam sang to them, Sing to the Lord, for he has triumphed gloriously. The horse and his rider he has thrown into the sea. Thanks be to God. ഇന്നത്തേക്കുള്ള സങ്കീർത്തനം 122 സങ്കീർത്തനം, Psalms 122. ഇന്നത്തേക്ക് നിശ്ചയിച്ചിരിക്കുന്ന പ്രത്യേക സങ്കീർത്തനം 122, സാംസ് 122. യഹോവയുടെ ആലയത്തിലേക്ക് നമുക്ക് പോകാമെന്ന് അവർ എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷിച്ചു. യെരൂശലേമേ, ഞങ്ങളുടെ കാലുകൾ നിന്റെ വാതിലുകൾക്കകത്ത് നിൽക്കുന്നു. തമ്മിലിണക്കിയ നഗരമായി പണിതിരിക്കുന്ന യെരൂശലേമേ, അവിടേക്ക് ഗോത്രങ്ങൾ യഹോവയുടെ ഗോത്രങ്ങൾ തന്നെ ഇസ്രായേലിന്റെ സാക്ഷ്യത്തിനായി യഹോവയുടെ നാമത്തിന് സ്തോത്രം ചെയ്യുവാൻ കയറി ചെല്ലുന്നു. അവിടെ ന്യായാസനങ്ങൾ ദാവീദിന്റെ ഗൃഹത്തിന്റെ ന്യായാസനങ്ങൾ തന്നെ ഇരിക്കുന്നു. യെരൂശലേമിന്റെ സമാധാനത്തിനായി പ്രാർത്ഥിപ്പീൻ. നിന്നെ സ്നേഹിക്കുന്നവർ സ്വൈര്യമായിരിക്കട്ടെ. നിന്റെ കൈത്തളങ്ങളിൽ സമാധാനവും നിന്റെ അരമനകളിൽ സ്വൈര്യവും ഉണ്ടാകട്ടെ. എൻ്റെ സഹോദരന്മാരും കൂട്ടാളികളും നിമിത്തം നിന്നിൽ സമാധാനം ഉണ്ടാകട്ടെ എന്ന് ഞാൻ പറയും. നമ്മുടെ ദൈവമായ യഹോവയുടെ ആലയം നിമിത്തം ഞാൻ നിന്റെ നന്മ അന്വേഷിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മാത്രം ഉണ്ടാകട്ടെ, ആദ്യമെങ്കിലും ഇപ്പോഴും നീക്കുള്ള പ്രകാരം തന്നെ. ആമേൻ. സക്രിയാവിൻ്റെ പാട്ട് നമുക്ക് പ്രതിവാക്യമായി ഏറ്റുചൊല്ലാം. ബെനഡിക്റ്റ്സ്, പേജ് നമ്പർ 47. ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് അനുഗ്രഹിക്കപ്പെട്ടവൻ. അവൻ തൻ്റെ ജനത്തെ സന്ദർശിച്ച് ഉദ്ധാരണം ചെയ്യുകയും ആദ്യം മുതൽ തൻ്റെ വിശുദ്ധ പ്രവാചകനും അറിയിച്ചതുപോലെ നമ്മുടെ ശത്രുക്കളുടെ വശത്തു നിന്നും നമ്മെ പായിക്കുന്ന ഇവരുടെയും കയ്യിൽ നിന്ന് നമ്മെ രക്ഷിപ്പാൻ തൻ്റെ ദാസനായ ദാവത്തിൽ നമുക്ക് രക്ഷണം ഉയർത്തുകയും ചെയ്തിരിക്കുന്നത് നമ്മുടെ പിതാക്കന്മാരോട് കരുണ പ്രവർത്തിക്കേണ്ടതിനും കയ്യിൽ നിന്ന് രക്ഷിക്കപ്പെട്ട് നാം ആയുഷ്കാലമൊക്കെയും ഭയം കൂടാതെ തിരുമ്പിൽ വിശുദ്ധിയിലും നീതിയിലും തന്നെ ആരാധിപ്പാൻ നമുക്ക് കൃപ നൽകുമെന്ന് നമ്മുടെ പിതാവായ അബ്രാഹാം ചെയ്ത സത്യവും തൻ്റെ വിശുദ്ധ നിയമവും ഓർത്തുകൊണ്ടുമാകുന്നു. നീയോ പൈതലെ അത്യുന്നതന്റെ പ്രവാചകനെന്ന് വിളിക്കപ്പെടും. കർത്താവിൻ്റെ വഴി ഒരുക്കുവാനും ദൈവത്തിൻ്റെ അതിരണയാൽ ജനത്തിന് പാമോചനത്തിൽ രക്ഷവിജ്ഞാനം കൊടുപ്പാനുമായി മുൻപായി നടക്കും. ഇരുളിലും മരണനിഴലിലിരിക്കുന്നവർക്ക് പ്രകാശിച്ച് നമ്മുടെ കാലുകളെ സമാധാന മാർഗത്തിൽ നടത്തേണ്ടതിന് ആദരണയാൽ ഉയർത്തുന്നത് നമ്മെ സന്ദർശിച്ചിരിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വമുണ്ടാകട്ടെ. അതെങ്കിലും ഇപ്പോൾ എന്നേക്കുള്ള പ്രകാരം തന്നെ. ആമീൻ. രണ്ടാം പാഠം, സെക്കൻഡ് ലെസൺ. The second lesson for today's reading is taken from Revelations chapter 19 verses 1 to 16. Revelations chapter 19 verses 1 to 16. After this, I heard what sounded like the roar of a large crowd of people in heaven, saying, Praise God! Salvation, glory and power belongs to our God. True and just are his judgments.
He has condemned the prostitute who was corrupting the earth with her immorality. God has punished her because she killed his servants, and again they shouted, Praise God. The smoke from the flames that consume the great city goes up forever and ever. The 24 elders and the 4 living creatures fell down and worshipped God, who was seated on the throne. They said, Amen, praise God. Then there came from the throne the sound of a voice saying, Praise our God, all his servants and all people, both great and small, who have reverence for him. Then I heard what sounded like a large crowd, like the sound of a roaring waterfall, like loud peals of thunder. I heard them say, Praise God, for the Lord our God Almighty is King. Let us rejoice and be glad. Let us praise his greatness. For the time has come for the wedding of the Lamb, and his bride has prepared herself for it. She has been given clean, shining linen to wear. The linen is the good deeds of God's people. Then the angel said to me, Write this, Happy are those who have been invited to the wedding feast of the Lamb. Then the angel added, These are the true words of God. I fell down to his feet to worship him, but he said to me, Don't do it. I am the fellow servant of yours and of your brothers. All those who hold to the truth that Jesus revealed worship God. For the truth that Jesus revealed is what inspires the prophets. Then I saw heaven open, and there was a white horse. Its rider is called Faithful and True. It is with justice that he judges and fights his battle. His eyes were like a flame of fire, and he wore many crowns on his head. He had a name written on him, but no one except himself knows what it is. The robe he wore was covered with blood. His name is the Word of God. The armies of heaven followed him, riding on white horses and dressed in clean white linen. Out of his mouth came a sharp sword, with which he will defeat the nations. He will rule over them with a rod of iron. He will trample out the wine in the winepress of the furious anger of the Lord Almighty. On his robe and on his thigh was written the name King of Kings and Lord of Lords. Amen. Praise be to God. സഭയുടെ പാട്ട് നമുക്ക് പ്രതിവാക്യമായി ഏറ്റുചൊല്ലാം. TDM പേജ് നമ്പർ 52. ദൈവമേ, നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു. കർത്താവ് നീയാകുന്നു എന്ന് ഞങ്ങൾ അനുസരിച്ചു കൊള്ളുന്നു. നിത്യപിതാവായി നിന്നെ എപ്പോഴെല്ലാം വന്ദിക്കുന്നു. സകല ദൈവദൂതന്മാരും പരമണ്ഡലങ്ങളും അവയുള്ള സകല അധികാരങ്ങളും നിന്നെ നോക്കി ആർക്കുന്നു. നിങ്ങളുടെ ദൈവമായ കർത്താവ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. ആകാശവും ഭൂമിയും നിന്റെ പ്രാമത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്ന് ഉള്ളും സറാപ്പുകളും നിന്നെ നോക്കിയിടാതെ ആർക്കുന്നു. അപ്പോസ്തലന്മാരുടെ പ്രവാസം നിന്നെ സ്തുതിക്കുന്നു. പ്രവാചകന്മാരുടെ നിന്നെ സ്തുതിക്കുന്നു. രക്തസാക്ഷിക്കാരുടെ ശേഷം നിന്നെ സ്തുതിക്കുന്നു. അതില്ലാത്ത മൊത്തമായ നിന്നെയും നിന്റെ ഒന്നേകനായ സത്യപുത്രനെയും ആശ്വാസപ്രദനായ പരിശുദ്ധാത്മാവിനെയും ലോകത്തിൽ സഭ അനുസരിച്ചു കൊള്ളുന്നു. നിമോത്തിന്റെ രാജാവാകുന്നു, നിതാവിന്റെ പുത്രനാകുന്നു. മനുഷ്യരെ രക്ഷിപ്പാൻ നിഫലമേറ്റപ്പോൾ കന്യകയുടെ ഗർഭത്തെ വെറുത്തില്ല. മണത്തിനെ മുറിച്ചപ്പോൾ എല്ലാ വിശ്വാസിയും ഹൃദയത്തെ തുറന്നു. നീ ദൈവത്തിന്റെ വലതുഭാഗത്ത് പിതാവിൻ്റെ പ്രോഹത്തോടെ ഇരിക്കുന്നു. ഞങ്ങളുടെ വിധി കർത്താവായി നീ വരുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ആകിയാ നിലവിലെ രക്തം കൊണ്ട് നീ വീണ്ടെടുത്തതായ നിന്റെ അടിയാർക്ക് സഹായിക്കണമെന്ന് ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. എന്നേക്കുമുള്ള മാതൃമാരുടെ എണ്ണിക്കൊള്ളണമേ. കർത്താവേ, നിന്റെ ജനങ്ങളെ രക്ഷിച്ച് നിന്റെ അവകാശത്തെ അനുഗ്രഹിക്കണമേ. ഉയർത്തണമേ. ഞങ്ങൾ നിന്നെ മഹത്വപ്പെടുത്തുന്നു. നിന്റെ നാമത്തെ കലവസാനം കൂടാതെ എന്ന് ഞങ്ങൾ വന്ദിക്കുകയും ചെയ്യുന്നു. കർത്താവേ, ഞങ്ങളെ പാങ്കൂടാതെ കാത്തരുളണമേ. കർത്താവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. ഞങ്ങളോട് കരുണയുണ്ടാകണമേ. കർത്താവേ, ഞങ്ങൾ ആശ്രയിക്കുന്ന പ്രകാരം നിന്റെ കരുണമേൽ ഉണ്ടായിരിക്കണമേ. കർത്താവേ, ഞാൻ നിങ്ങൾ ആശ്രയിച്ചിരിക്കുന്നു. ഞാൻ ഒരിക്കലും ലജ്ജപ്പെടരുതേ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷം വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 19-ാം അധ്യായം 36 മുതൽ 40 വരെയുള്ള ദൈവവചനങ്ങളെ കേൾപ്പീൻ. ഗോസ്പൽ അക്കോർഡിംഗ് ടു സെൻറ്റ് ലൂക്ക് ചാപ്റ്റർ 19 വേഴ്സസ് 36 to 40. അവൻ പോകുമ്പോൾ അവർ തങ്ങളുടെ വസ്ത്രം വഴിയിൽ വിരിച്ചു.
അവൻ ഒരു മലയുടെ ഇറക്കത്തിനടുത്തപ്പോൾ ശിഷ്യന്മാരുടെ കൂട്ടമെല്ലാം തങ്ങൾ കണ്ട സകല വീര്യപ്രവർത്തികളെക്കുറിച്ച് സന്തോഷിച്ചു അത്യുച്ചത്തിൽ ദൈവത്തെ പുകഴ്ത്തി. കർത്താവിൻ്റെ നാമത്തിൽ വരുന്ന രാജാവ് വാഴ്ത്തപ്പെട്ടവൻ, സ്വർഗത്തിൽ സമാധാനവും അത്യുന്നതങ്ങളിൽ മഹത്വവും എന്ന് പറഞ്ഞു. പുരുഷാരത്തിൽ ചില പരീശന്മാരോ അവനോട്, ഗുരു, നിന്റെ ശിഷ്യന്മാരെ വിലക്കുക എന്ന് പറഞ്ഞു. അതിനവൻ, ഇവർ മിണ്ടാതിരുന്നാൽ കല്ലുകൾ ആർത്തു വിളിക്കുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് ഉത്തരം പറഞ്ഞു. ഇത് ക്രിസ്തുവിൻ്റെ സുവിശേഷം. ക്രിസ്തുവെ അങ്ങേക്ക് സ്തുതി ഉണ്ടായിരിക്കട്ടെ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്ന് നമ്മോട് ദൈവവചനം പങ്കുവയ്ക്കുന്നത് സ്നേഹവും ബഹുമാനമുള്ള റവറൻഡ് സൂരജ് പൗലോസ് തോമസ് അച്ഛനാണ്. അച്ഛൻ ഈ നാളുകളിൽ ചെന്നൈ CSI ഹോളി ട്രിനിറ്റി സഭയുടെ അസിസ്റ്റൻ്റ് വികാരിയായി സേവനം ചെയ്യുന്നു. അച്ഛൻ നല്ലൊരു ഓർഗനിസ്റ്റും പാട്ടുകാരനുമാണ്. വളരെ സ്നേഹത്തോട് ഞാൻ അച്ഛനെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അടുത്ത പാട്ടിന് ശേഷം അച്ഛൻ നമ്മോട് ദൈവവചനം പങ്കുവയ്ക്കുന്നതാണ്. അച്ഛൻ്റെ ശുശ്രൂഷകളെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി സ്നേഹവും അറിയിക്കുകയും ചെയ്യുന്നു. കീർത്തനം 456, ഹിൻ നമ്പർ 456. യേശു ചേർക്കും പാപിയെ ഘോഷിക്കേതുതലാക്കും, സ്വർഗവഴി വിട്ടോർക്കും, സന്ദേഹിക്കും വീണോർക്കും, പാടുവേൻ വീണ്ടും പാടേ. ക്രിസ്തു ചേർക്കും പാപിയെ ഈ വാർത്ത പ്രസ്താവിക്കാം. ക്രിസ്തു ചേർക്കും പാപിയെ അവൻ ശാന്തി നൽകുവാൻ തൻ വാക്കിൽ വിശ്വസിക്കാം. കൊടും പാപിക്കും രക്ഷ ക്രിസ്തു ചേർക്കും പാപിയെ. പാടുവേൻ വീണ്ടും പാടേ. ക്രിസ്തു ചേർക്കും പാപിയെ ഈ വാർത്ത പ്രസ്താവിക്കാം. ക്രിസ്തു ചേർക്കും പാപിയെ ഹൃദയനെ വേദിക്കാം. നിർമ്മല ഞാൻ ധർമ്മമോൻ സർവപാങ്കും നീക്കിയോൻ, സർവധർമ്മം തികച്ച പാടുവേൻ വീണ്ടും പാടേ. ക്രിസ്തു ചേർക്കും പാപിയെ ഈ വാർത്ത പ്രസ്താവിക്കാം. ക്രിസ്തു ചേർക്കും പാപിയെ. ക്രിസ്തു ചേർക്കും പാപിയെ നിസ്തുല പാപിയെന്നെ. സ്വർഗദോഷം നീങ്ങി ഞാൻ സ്വർഗ പോകും താൻ കൂടെ.
Christu cum pabiem, Ivarta Prestavicat, Christu cum pabiem. പ്രാർത്ഥിക്കാം. പാടുവാൻ ഞങ്ങൾക്ക് അതരങ്ങളെ നൽകിയ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, കർത്താവേ, മനോഹര ദിവസത്തിൽ അങ്ങയുടെ സന്നിധിയിലേക്ക് കടന്നു വരുവാൻ ഞങ്ങളെ ബലപ്പെടുത്തിയല്ലോ. കർത്താവേ, ഇന്ന് ഗായക സംഘ ഞായറായി ഞങ്ങൾ കൊണ്ടാടുമ്പോൾ കർത്താവേ, ഇന്നത്തെ വചന കേൾവി ഞങ്ങൾക്ക് ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവെ, ബലഹീന അടിയനെ നാവോടുകൂടിയിരിക്കണമേ. കേൾക്കുവാൻ നിന്റെ മക്കളുടെ മനസ്സുകളെ ഒരുക്കണമേ. കർത്താവെ, ഞങ്ങളുടെ ചിന്തയും പഠനവും ധ്യാനവും ഒക്കെ അങ്ങയുടെ നാമം മഹത്വപ്പെടുവാൻ സഹായിക്കണമേ. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് ഈ ഗായക സംഘ ഞായറിൽ നിങ്ങളോടൊപ്പം ഒരുമിച്ചായിരിക്കാൻ തക്കവണ്ണം വലിയവനായ ദൈവം നൽകിയ അവസരത്തിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകിച്ച് ഈ ഒരു പ്രതിസന്ധി കാലഘട്ടത്തിൽ ചെന്നൈയിൽ ഇരുന്നുകൊണ്ട് എനിക്ക് ഹൈദരാബാദിലെ ആരാധനയിൽ സംബന്ധിക്കുവാൻ ഇടയാകുന്നു. ഈ ദൈവം നമുക്ക് നൽകി ഈ മാധ്യമത്തിനായൊക്കെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അതോടൊപ്പം എനിക്ക് ഇങ്ങനെ ഒരു അവസരം നൽകിയ സന്തോഷ് ടി ടി അച്ഛനോടുള്ള നന്ദി ഈ സമയത്ത് അറിയിക്കട്ടെ. അച്ഛൻ്റെ ശുശ്രൂഷകൾ അവിടെ ഏറ്റവും അനുഗ്രഹമായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. പ്രത്യേകിച്ച് ഗായക സംഘങ്ങളോടും ചർച്ച് കമ്മിറ്റി അംഗങ്ങളോടും എല്ലാവരോടുമുള്ള നന്ദിയും സ്നേഹവും ഈ സമയത്ത് അറിയിക്കുന്നു. സെപ്റ്റംബർ ഫസ്റ്റ് സൺഡേ എല്ലാ വർഷവും നമ്മൾ ഗായക സംഘ ഞായറായിട്ട് കൊണ്ടാടുന്നതാണ്. എല്ലാ വർഷവും ഗായക സംഘത്തിന്റെ സ്പെഷ്യൽ സോങ്ങും ഒക്കെ ആയിട്ട് പ്രസംഗത്തെക്കാളും ഒക്കെ കൂടുതൽ നമ്മൾ ആസ്വദിച്ചിരുന്നത് അതായിരുന്നു. ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഒരുമിച്ച് നമുക്ക് കൂടി വരുവാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് ദേവാലയങ്ങൾ തുറന്നുമ്പോൾ അല്ലെങ്കിൽ ഒരുമിച്ച് കൂടി വന്നുള്ളൊരു ഫെലോഷിപ്പിനും ഒരുമിച്ച് ഇരുന്നുള്ളൊരു പാട്ടുപാടാനുമുള്ള സാധ്യതകളൊക്കെ ഇല്ലാതിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. എന്നിരുന്നാലും ഗായക സംഘത്തിന്റെ അല്ലെങ്കിൽ അതിന്റെ പ്രസക്തി ഒരിക്കലും കുറഞ്ഞു പോകുന്നില്ല എന്നുള്ളതിന് സംശയമില്ല. ഹൈദരാബാദ് ഇടവകയിലെ എല്ലാ ഗായക സംഘ അംഗങ്ങളെയും അതിന് നേതൃത്വം നൽകുന്നവരെയൊക്കെ അഭിനന്ദിക്കുന്നു. അവർ ശുശ്രൂഷകൾ ഏറ്റവും അനുഗ്രഹമായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ഒക്കെ ചെയ്യുന്നു. മ്യൂസിക് ഈസ് എ ലാംഗ്വേജ്. സംഗീതം ഒരു ഭാഷയാണ്. അല്ലേ? അത് ഹൃദയത്തോട്, എല്ലാ തരത്തിലുള്ള ഹൃദയത്തോടും സംവേദിക്കുവാൻ സാധിക്കുന്നതാണ് സംഗീതം എന്നുള്ളതായ ഈ ഭാഷ. ഒരു കൊച്ചുകുട്ടി മുതൽ പ്രായമുള്ളവർ വരെയും ഈ സംഗീതത്തെ ആസ്വദിക്കുന്നവരാണ്. അല്ലെങ്കിൽ ഈ ചരാചരങ്ങൾ മുഴുവനും ഒരു സംഗീതം നിറഞ്ഞതാണെന്നുള്ളതിന് സംശയമൊന്നുമില്ല. ഒരു ഹൃദയത്തോട് ഏറ്റവും നല്ലതുപോലെ സംസാരിക്കുവാൻ കഴിയുന്നതായ ഭാഷ എന്ന് പറയുമ്പോൾ ഒരു പക്ഷെങ്കിൽ ഒരു ട്യൂണായിരിക്കാം, ചില വരികളായിരിക്കാം, അല്ലെങ്കിൽ അത് പാടുന്ന രീതികളായിരിക്കാം. അത് ഹൃദയത്തോട് സംവേദിക്കും, സംശയമില്ല. നാം എല്ലാവരും ജനിക്കുമ്പോൾ തന്നെ ഒരു ശബ്ദത്തോടുകൂടെ, ഒരു കരച്ചിൽ എന്നുള്ളതായ ഒരു സംഗീതത്തോടു കൂടിയാണ് ഈ ലോകത്തിലേക്ക് കടന്നു വരുന്നത്. എത്ര പാടാൻ അറിയത്തില്ലാത്ത ഒരു അമ്മയാണെന്ന് പറഞ്ഞാലും ഒരു കുഞ്ഞിനെ കയ്യിലെടുത്ത് വെച്ച് താരാട്ട് മൂളുമ്പോൾ ആ കുഞ്ഞ് ഉറങ്ങുന്നത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ നമ്മളൊക്കെ അങ്ങനെ ചെയ്തിട്ടുള്ളവരാണ്. അപ്പോൾ സംഗീതമെന്ന് പറയുന്നത് എല്ലാ ഹൃദയത്തോടും, ഏത് അവസ്ഥയിലുള്ളവരോടും അതിന് സംവേദിക്കുവാൻ സാധിക്കുമെന്നുള്ളതിന് സംശയമില്ല. നമ്മുടെ ആരാധനയിലെ മുഖ്യ സ്ഥാനം വഹിക്കുന്ന അല്ലെങ്കിൽ മുഖ്യ പങ്ക് വഹിക്കുന്ന ഒന്നാണ് മ്യൂസിക്, സംഗീതം എന്നുള്ളത്. നമ്മുടെ ആരാധന ആരംഭിക്കുന്നത് ഒരു മണിനാദത്തോടു കൂടിയാണ് നമ്മുടെ ആരാധന ആരംഭിക്കുന്നത്. അപ്പോൾ ആദ്യം മുതൽ തന്നെ സംഗീതത്തിന്റെ അകമ്പടിയോടുകൂടിയാണ് വിശുദ്ധ ആരാധന ആരംഭിക്കുന്നത്. ഈ CSI സഭയെ സംബന്ധിച്ചോളം, ദക്ഷിണേന്ത്യ സഭയെ സംബന്ധിച്ചോളം ആരാധനയിൽ സംഗീതത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. അതുകൊണ്ടാണ് പ്രത്യേക വസ്ത്രങ്ങൾ ഒക്കെ നൽകി, പ്രത്യേക ഇരിപ്പിടങ്ങൾ നൽകി നിങ്ങളെ ഈ ദേവാലയത്തിൽ, ഈ ആരാധനാലയത്തിലെ സംഗീതക്കാരായി അല്ലെങ്കിൽ സംഗീതത്തിന്റെ ശുശ്രൂഷകരായി പ്രതിഷ്ഠിക്കുന്നു എന്ന് ശുശ്രൂഷകൻ പറഞ്ഞുകൊണ്ട് അവരെ പ്രതിഷ്ഠിച്ച് വേർതിരിക്കുന്നതായ സാഹചര്യമുണ്ട്.
അപ്പോൾ പാട്ടിന് നേതൃത്വം നൽകുവാൻ തെരഞ്ഞെടുക്കപ്പെട്ടവർ എന്ന നിലയിൽ, ഗായക സംഘം എന്നുള്ള നിലയിൽ ഓർപ്പിക്കുന്നത് യു ഹാവ് എ സേക്രഡ് റെസ്പോൺസിബിലിറ്റി, ഒരു വിശുദ്ധമായ ഉത്തരവാദിത്വം നിങ്ങളിലുണ്ട്, അല്ലെങ്കിൽ ഓരോ ഗായക സംഘങ്ങൾക്കും ഒരു കോറിസ്റ്റേഴ്സിന് ഉണ്ട് എന്ന് മനസ്സിലാക്കാം. എ കോറിസ്റ്റേഴ്സ് ആർ കമ്മീഷൻ, അല്ലെ, അവരെ വലിയൊരു ഉത്തരവാദിത്തം അല്ലെങ്കിൽ അവരെ കമ്മീഷൻ ചെയ്തതായ ആളുകളാണ് എന്ന് പറയുന്നത്. ദേ സിങ്സ് അനോയിന്റഡ് മ്യൂസിക്, ദൈവത്തിന്റെ അഭിഷേകമുള്ളതായ പാട്ടുകൾ അവര് പാടുന്നത് അല്ലെങ്കിൽ സംഗീതം നൽകുന്നവരാണ് എന്ന് പറയാം. അതോടൊപ്പം ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ ഗേവ് സെപ്പറേറ്റ് റോബ്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പ്രത്യേക സീറ്റുകളും റോബുകളും ഒക്കെ നൽകി അവരെ നാം വിളിച്ച് വേർതിരിക്കപ്പെട്ട ഒരു സമൂഹം എന്ന നിലയിൽ അവർ ഉത്തരവാദിത്വങ്ങൾ ഉണ്ട് എന്ന് ഓർക്കുന്നതായ ഒരു ദിവസമാണ് ഈ ഗായക സംഘ ഞായർ എന്ന് പറയുന്നത്. അപ്പോൾ ഗായക സംഘം, അതിനാൽ നമ്മുടെ ഇന്നത്തെ ചിന്താവിഷയം നമ്മൾ ചിന്തിക്കുന്നതും ഈ ഇതിനോട് ചേർന്ന് നിൽക്കുന്നത് പ്രൈസ് ആൻഡ് വർഷിപ്പ് ത്രൂ ഡിവോട്ടഡ് ലൈഫ് ആൻഡ് മിനിസ്ട്രി, സ്തുതിയും സ്തോത്രവും ജീവിതത്തിലൂടെയും ശുശ്രൂഷയിലൂടെയും എന്ന് പറയുന്നതായ കാര്യം. സ്തുതിയും സ്തോത്രവും ജീവിതത്തിലൂടെയും ശുശ്രൂഷയിലൂടെയും തെളിയിച്ച് കാണിക്കുവാൻ വിളിച്ച് ചേർക്കപ്പെട്ട ഒരു സമൂഹം, അല്ലെങ്കിൽ തങ്ങളുടെ ജീവിതം കൊണ്ടും പ്രവൃത്തികൾ കൊണ്ടും തങ്ങളുടെ പാട്ടുകൊണ്ടുമെല്ലാം ക്രിസ്തുവിനെ മഹത്വപ്പെടുത്തുവാൻ വേണ്ടി, ദൈവരാജ്യത്തെ മഹത്വപ്പെടുത്തുവാൻ വേണ്ടി മാത്രം വിളിച്ച് ചേർക്കപ്പെട്ടതായ ഒരുക്കപ്പെട്ടതായ ഒരു സമൂഹം എന്ന് പറയുന്നത്. എപ്രകാരമാണ് ഇവർക്ക്, അല്ലെങ്കിൽ ഈ ഗായക സംഘത്തിന് പാടുവാൻ വിളിച്ച് ചേർക്കപ്പെട്ടവർക്ക് ഇതിനെ ജീവിതത്തിലൂടെ തെളിയിച്ച് കാണിക്കുവാൻ സാധിക്കുന്നു? ഒന്നാമത് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നത് ബൈ പ്രൊക്ലെയിമിംഗ് ദ ഡീഡ്സ് ഓഫ് ദ ഗോഡ്, ദൈവത്തിന്റെ പ്രവർത്തികൾ പ്രഖ്യാപിക്കുന്നതിലൂടെ ഈ തങ്ങളുടെ സ്തുതിയും സ്തോത്രവും ജീവിതത്തിൽ തെളിയിച്ച് കാണിക്കുവാൻ സാധിക്കും എന്ന് ഓർപ്പിക്കുന്നു. നമ്മൾക്കറിയാം, നമ്മളെല്ലാവരും പാട്ട് പാടുന്നവരാണ്. ഓരോ പാട്ടിനും ഓരോ മൂഡ് ഉണ്ട് എന്ന് പറയാറുണ്ട്. ചില പാട്ടുകൾ കേൾക്കുമ്പോൾ നമുക്ക് വളരെയധികം സന്തോഷം തോന്നാറുണ്ട്. ചില പാട്ടുകൾ ഒക്കെ കേൾക്കുമ്പോൾ അത് വളരെ ശോകമായിട്ട് അവിടെ തോന്നാറുണ്ട്. അപ്പോൾ ഈ മ്യൂസിക് കമ്പോസേഴ്സിനെ ഒക്കെ സംബന്ധിച്ചോളം, ഈ സിനിമയിൽ മ്യൂസിക് കമ്പോസ് ചെയ്യുന്നവരുമൊക്കെ അവർക്ക് ആ സിനിമയോട് ചേർന്നുള്ളതായ സീക്വൻസ് പറഞ്ഞു കൊടുക്കും, അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻ പറഞ്ഞു കൊടുക്കും. ആ സിറ്റുവേഷൻ അനുസരിച്ചാണ് അവർ മ്യൂസിക് ചെയ്യുന്നത് എന്നുള്ളത്. അപ്പോൾ ഓരോ പാട്ടിനും ഓരോ മൂഡും അതനുസരിച്ചാണ് അത് കമ്പോസ് ചെയ്യുന്നത്. അതിന്റെ വരികളും അല്ലെങ്കിൽ അത് കമ്പോസ് ചെയ്യുന്ന ട്യൂണും എല്ലാം അപ്രകാരം ആണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഇവിടെ പറയുവാൻ ആഗ്രഹിക്കുന്നത്, പുറപ്പാട് പുസ്തകം 15-ാം അധ്യായം 1 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ, ഇന്നത്തെ ഒന്നാമത്തെ പാഠം നാം വായിച്ചു കേട്ടപ്പോൾ അവിടെ നാം കാണുന്നത് ഒരു പാട്ട് അവിടെ നാം കാണുകയാണ്. അപ്പോൾ അവിടെ ആ പാട്ടിന് ഒരു മൂഡുണ്ട്. ദ മൂഡ് ഓഫ് ദ സോങ് ഈസ് ട്രയംഫന്റ്, വിജയത്തിൻ്റെതായ ഒരു പാട്ടാണ് അവരവിടെ പാടുന്നത്. ഈ പാട്ടിനെ കുറിച്ച് പറയുന്നത് സോങ് ഓഫ് ദ സീ എന്നൊക്കെ പറഞ്ഞാണ് തിയോളജിയൻസ് ഒക്കെ ഇതിനെ പറയുന്നത്. ഈ പാട്ട് മോശ എഴുതിയ പാട്ട് എന്ന രീതിയിൽ, അല്ലെങ്കിൽ സങ്കീർത്തനമായിട്ട് ആ ജനം മുഴുവനും ഏറ്റ് ചൊല്ലുന്നതായിട്ടുള്ള ഈ പാട്ട് സോങ് ഓഫ് വിക്ടറി, വിജയത്തിന്റെ പാട്ടായിട്ട് അതിനെ കാണുന്നുണ്ട്. അപ്പോൾ ഇസ്രയേലിലെ ജനത്തിൽ, അല്ലെങ്കിൽ ഈ ജനത്തിന്റെ ഇസ്രയേൽ ജനത്തെ കുറിച്ച് സംബന്ധിച്ച് പറയുമ്പോൾ തങ്ങളുടെ വിശ്വാസ പ്രഖ്യാപനം ആദ്യം ഒരു പാട്ടിലൂടെയാണ് ഇവർ ലോകത്തോട് പറയുന്നത് എന്ന് മനസ്സിലാക്കാം. ഇസ്രയേലിന്റെ ആദ്യത്തെ വിശ്വാസ പ്രഖ്യാപനം ഒരു പാട്ടിലൂടെ ഈ പ്രകടമാക്കുന്നതായ ഒരു സാഹചര്യമാണ് ഈ 15-ാം അധ്യായം 1 മുതൽ 21 വരെയുള്ള വാക്യത്തിൽ കാണുന്നത്. അപ്പോൾ ഇസ്രയേലിന്റെ പൂർണ്ണ വിടുതലും മിസ്രൈമ്യരുടെ പതനവുമാണ് ഈ 21 വാക്യങ്ങളിൽ നാം വായിക്കുമ്പോൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ 15 അധ്യായത്തിൽ കാണുന്നതായ ഇതിന്റെ പശ്ചാത്തലം, അല്ലെങ്കിൽ ആ പാട്ടിന്റെ വരികളിലൂടെ നാം വായിച്ച് നോക്കുമ്പോൾ മനസ്സിലാക്കുന്നത്, മുൻപ് നടന്ന ഒരു സംഭവത്തെ അടിസ്ഥാനമാക്കിക്കൊണ്ട് എഴുതപ്പെട്ടതായ ഒരു വിജയത്തിൻ്റെതായ പാട്ട് ആ ജനം ഒരുമിച്ച് ചേർന്ന് പാടുകയാണ്. മോശ എന്നുള്ളതായ ഒരു നേതാവിന്റെ കീഴിൽ ഈ ജനം ആ പാട്ട് ഒരുമിച്ച് പാടുകയാണ് എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും. സോ ദ സോങ് ഈസ് എ ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ പവർ ഓഫ് ഗോഡ് ആസ് ഇസ്രയേൽസ് ഡിഫൻഡർ. ദൈവത്തിന്റെ, അല്ലെങ്കിൽ ഇസ്രായേലിന്റെ ഈ പാട്ടിന്റെ ഒരു ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് ദൈവം അവരുടെ ഒരു ഡിഫൻഡർ ആയിട്ട് ഉണ്ട് എന്ന് പറയുന്നതായ ഒരു പാട്ട്.
അതാണ് വിജയത്തിന്റെ പാട്ട്. തങ്ങളുടെ ജീവിതത്തിന്റെ സാഹചര്യത്തിൽ ദൈവം തങ്ങളുടെ മുൻപിൽ ഒരു ഡിഫെൻഡ് ചെയ്യുവാൻ വേണ്ടി, ഞങ്ങൾക്ക് വേണ്ടി പൊരുതുവാൻ വേണ്ടി, ഞങ്ങൾക്ക് വേണ്ടി കാവൽ ചെയ്യുന്നതായ ഒരു ദൈവമുണ്ട് എന്ന് പറയുന്നതായ ഒരു പാട്ടാണ് ഈ മോശയുടെ ഈ 15-ാം അധ്യായത്തിൽ കാണുന്നതായ ഈ പാട്ട്. അപ്പോൾ ഈ പാട്ടിലൂടെ നാം താഴേക്ക് വായിക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ ദൈവം ചെയ്തതായ കാര്യങ്ങളും ഇനി ദൈവം അവരുടെ ജീവിതത്തിൽ ചെയ്യുവാൻ പോകുന്നതായ കാര്യങ്ങളും ഈ പാട്ടിൽ പറയുന്നു. അപ്പോൾ 2 ഭാഗങ്ങളായിട്ടാണ് ഈ മോശയുടെ ഈ പാട്ടിനെ തിരിച്ചിരിക്കുന്നത്. വാട്ട് ഗോഡ് ഹാഡ് ഡൺ ഫോർ ഇസ്രായേൽ ആൻഡ് വാട്ട് ഗോഡ് വിൽ ഡു ഫോർ ദ ഇസ്രായേൽ. ദൈവം തങ്ങളുടെ ജീവിതത്തിൽ ചെയ്തതായ കാര്യങ്ങളും ഇനി മുൻപോട്ടുള്ള പ്രയാണത്തിൽ ദൈവം തങ്ങളുടെ ജീവിതത്തിൽ ചെയ്യും എന്നുള്ളതായ കാര്യം, അതാ അവരുടെ വിശ്വാസ പ്രഖ്യാപനം അവർ ആ പാട്ടിലൂടെ പറയുന്നത് എന്ന് മനസ്സിലാക്കി. അതുകൊണ്ട് ദൈവം ഇസ്രായേലിന്റെ ജീവിതത്തിൽ ചെയ്തതും ചെയ്യുവാൻ പോകുന്നതായ കാര്യങ്ങളുമെല്ലാം ഈ പാട്ടിലൂടെ അവർ വിശ്വാസ പ്രഖ്യാപനത്തിലൂടെ അവർ പറയുകയാണ്. അപ്പോൾ ഈ പാട്ട് അവരുടെ ജീവിതത്തിന്റെ അനുഭവത്തിൽ നിന്ന് വരുന്നത് കൊണ്ട് അത് ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് പാടുവാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. ലിറ്ററലി പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ പ്രൈസ് ആൻഡ് വർഷിപ്പ് എന്ന് പറയുന്നത് ഈ പാട്ടിലൂടെ അവർ പറയുകയാണ്. കാരണം അവരുടെ എനിമിയുടെ മുകളിൽ, അവരുടെ ശത്രുവിന്റെ മുകളിൽ അവർക്ക് ലഭിച്ചതായ ഈ വിജയത്തെ കുറിച്ച് അവർ പാടുക. അതാണ് അവരുടെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. കഴിഞ്ഞ 400 വർഷമായിട്ട് ഈ ഈജിപ്തിൽ അടിമകളായിട്ട് ജീവിച്ചിരുന്നതായ ജനം സ്വാതന്ത്ര്യത്തോടുകൂടി തങ്ങളുടെ ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് പാടുന്നതായ അതിമനോഹരമായ ഒരു പാട്ട്. 400 വർഷക്കാലം അടിമകളായിരുന്നു. കളിമണ്ണിന്റെ നാട്ടിൽ നിന്ന് ഇവർ പാലും തേനും ഒഴുകുന്നതായ ഈ ദേശത്തേക്കിലേക്ക് അവർ യാത്ര ചെയ്യുകയാണ്. അടിമത്തത്തിലായിരുന്നു ജനത്തിന് ഒരു വിടുതൽ ലഭിച്ചിരിക്കുന്നതായ സന്ദർഭം. ഇവിടെയെല്ലാം അതുമാത്രമല്ല, തങ്ങളുടെ പിൻപേ വരുമെന്ന് വിചാരിച്ചിരുന്നതായ മിസ്രൈമികൾ നശിച്ചു പോകുന്നത് നേരിട്ട് കണ്ടതായ ഒരു ജനം. അവർക്ക് ഈ വിജയത്തിന്റെ പാട്ട് എത്ര സന്തോഷത്തോടുകൂടെ പാടുവാൻ സാധിക്കും എന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. പ്രിയമുള്ളവരെ, ഓരോ ആരാധനയും ജീവിതത്തിന്റെ അനുഭവങ്ങളായിട്ട് മാറുവാൻ നമുക്ക് സാധിക്കണം. നാം ആരാധനയിൽ പാട്ടുകൾ പാടുമ്പോഴും അതിന്റെ അർത്ഥവും വ്യാപ്തിയും അറിഞ്ഞ് പാടുമ്പോൾ അത് ഹൃദയത്തോട് ചേർത്ത് പിടിക്കുന്ന പാട്ടുകളായിട്ട് മാറും. അത് ഹൃദയത്തിന്റെ അനുഭവങ്ങളായിട്ട് മാറും എന്നുള്ളതിന് സംശയമൊന്നുമില്ല. നമ്മുടെ മോട്ടോ പറയാറുണ്ട്, ഐ വിൽ സിംഗ് വിത്ത് ദ സ്പിരിറ്റ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് ഓൾസോ. ഞാൻ പാടുന്നത് ഹൃദയം മനസ്സിലാക്കി പാടും എന്ന് പറയുന്നതായ മോട്ടോ നമ്മൾ പറയുമ്പോൾ നമ്മുടെ ഗാനങ്ങളിലൂടെ, ജീവിത ചര്യയിലൂടെ അത് തെളിയിച്ചു കാണിക്കുവാൻ നമുക്ക് സാധിക്കണം. എൻ്റെ ജീവിതത്തിലൂടെ ഞാൻ പാടുന്ന പാട്ടുകൾ എൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ പാട്ടും നമ്മുടെ പ്രവൃത്തിയും ഒക്കെ ഒരുമിച്ച് പോകുന്നതായ അനുഭവങ്ങൾ ആയിത്തീരണം. ഈ പാട്ടിനെ കുറിച്ച് മറ്റൊരു കാര്യം കൂടി നാം ശ്രദ്ധിക്കുകയാണെങ്കിൽ മനസ്സിലാക്കാം, ഈ പാട്ട് വരും തലമുറയ്ക്ക് ഒരു പ്രചോദനം നൽകുന്ന, ഒരു ഇൻസ്പിറേഷൻ നൽകുന്ന, അല്ലെങ്കിൽ മോട്ടിവേഷൻ നൽകുന്നതായ ഒരു പാട്ടാണ്. പിന്നീട് ഈ പാട്ട് പാടുന്നതായ തലമുറയ്ക്ക് എപ്രകാരം തങ്ങളുടെ ദൈവം പൂർവ്വപിതാക്കന്മാരെ പരിപാലിച്ചു എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും. ഓരോ ഗായക സംഘങ്ങളുമൊക്കെ, അല്ലെങ്കിൽ നമ്മളെല്ലാവരും അറിയാം, നമ്മൾ പണ്ട് ഗായക സംഘങ്ങളെ നേതൃത്വം വഹിച്ചവരെ ഒക്കെ നമ്മൾ ഓർക്കുന്നവർ, അല്ലെങ്കിൽ പാട്ട് പാടിപ്പിച്ചവരെ ഒക്കെ ഓർക്കുന്നവരാണ്. ഇപ്പൊ പിന്നീട് വരുന്ന തലമുറകൾക്ക് പറയുവാൻ സാധിക്കുന്നതായ കാര്യങ്ങളൊക്കെ നമ്മുടെ ചരിത്രത്തിൽ ഉണ്ട്. ഇവിടെയും ഓർപ്പിക്കുന്നത്, തങ്ങളുടെ ജീവിതത്തിൽ ചെയ്തതായ കാര്യത്തെ അവർ പാട്ടിലൂടെ പാടുമ്പോൾ, അല്ലെങ്കിൽ അത് വീണ്ടും ഒരു തലമുറയ്ക്ക്, വരുന്ന തലമുറയ്ക്ക് ഇൻസ്പിറേഷനായിട്ട് മാറും എന്നുള്ളതിന് സംശയമൊന്നുമില്ല. നമ്മളോട് ഒരു ചോദ്യം ചോദിക്കണം, എത്ര വർഷങ്ങളായി ഗായക സംഘത്തിൽ ഞാനും നിങ്ങളുമൊക്കെ പാടുന്നവരാണ്. പാട്ടിന്റെ അർത്ഥം മനസ്സിലാക്കി എത്ര പ്രാവശ്യം നമ്മൾ പാടിയിട്ടുണ്ട്. ഞാൻ പാടുന്ന ഓരോ പാട്ടും എൻ്റെ വിശ്വാസത്തിന്റെ പ്രഖ്യാപനമായിട്ട് മാറ്റുവാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. ഓരോ തീം അനുസരിച്ച് നമ്മൾ പാട്ടുകൾ എടുക്കാറുണ്ട്. നമ്മുടെ ലിറ്റർജിക്കൽ തീം അനുസരിച്ചും എല്ലാം, അല്ലെങ്കിൽ ആഗമനത്തിന്റെയും എല്ലാം ഓരോ സീസൺ അനുസരിച്ച് നമ്മൾ പാട്ടുകൾ എടുക്കാറുണ്ട്, പാടാറുണ്ട്. പക്ഷെങ്കിൽ ഇതിന്റെ അർത്ഥം എത്രമാത്രം ഉൾക്കൊണ്ടുകൊണ്ട് ഓരോ പ്രാവശ്യവും എനിക്ക് പാടുവാൻ സാധിക്കുന്നുണ്ടോ എന്ന് നാം ഒന്ന് ചോദിക്കുവാൻ സാധിക്കണം.
എന്നാൽ ഈ വേദഭാഗത്തിന്റെ പുറപ്പാട് പുസ്തകം 15-ാം അധ്യായം 1 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ നാം വായിച്ചു കേട്ടു. എന്നാൽ അതിന്റെ തൊട്ടടുത്ത് ഭാഗങ്ങൾ വായിക്കുമ്പോൾ ഈ ജനത്തിന്റെ തന്നെ മറ്റൊരു സ്വഭാവം നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ആദ്യമേ അവർ വിശ്വാസ പ്രഖ്യാപനം പാട്ടിലൂടെ പറയുന്നു. വിവിധ ആളുകൾ പാടിയ ഈ ആളുകൾ തങ്ങളുടെ ദൈവം ചെയ്തതായ പ്രവൃത്തികളും ദൈവം ഇനി ചെയ്യുവാൻ പോകുന്നതായ പ്രവൃത്തികളെയും എല്ലാം വിശ്വാസ പ്രഖ്യാപനത്തിലൂടെ പറഞ്ഞു. എന്നാൽ കുറച്ച് ദിവസത്തെ യാത്രയ്ക്ക് ശേഷം നാം കാണുമ്പോൾ മാറായുടെ അനുഭവത്തിലേക്ക് വരുമ്പോൾ ദേ സ്റ്റാർട്ടഡ് പ്രൊട്ടസ്റ്റ്. ഒരു കൈപ്പേറിയ അനുഭവം ജീവിതത്തിൽ കടന്നു വന്നപ്പോൾ അവർ തിരിഞ്ഞു നിന്നുകൊണ്ട് മോശയോട് നേരെ പിറുപിറുക്കുന്നതായ അനുഭവം അവിടെ ഉണ്ടാകുന്നു. കൈപ്പേറിയ ജീവിതം സാഹചര്യങ്ങൾ വന്നപ്പോൾ പിറുപിറുപ്പുകൾ തുടർന്നു. മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പേ ദൈവം ചെയ്തതായ പ്രവൃത്തികളെ കുറിച്ച് അഹോരാത്രം പാടി നടന്നവർ, ഇനിയും ദൈവം ചെയ്യാൻ പോകുന്നതായ കാര്യങ്ങളെ കുറിച്ച് പാടി സ്തുതിച്ചവർ, എന്നാൽ ജീവിതത്തിൽ തൊട്ടടുത്ത ദിവസങ്ങളിൽ പ്രതിസന്ധികൾ വന്നപ്പോൾ ദൈവത്തിന് എതിരായിട്ട് നിൽക്കുന്നതായ ഒരു സമൂഹം. നമ്മളും ഒക്കെ പാട്ട് പാടുന്നവരാണ്. നമ്മൾ പാടും ഇറ്റ് ഈസ് വെൽ വിത്ത് മൈ സോൾ എന്ന് നമ്മൾ പാടും. ക്ഷേമം താൻ ക്ഷേമമൻ ദേഹിക്ക് എന്ന് നമ്മൾ പറഞ്ഞ് പാടും. എന്നാൽ ജീവിതത്തിൽ ചെറിയ ഒരു ഇറിറ്റേഷൻ വന്നു കഴിഞ്ഞാൽ നമ്മുടെ വിശ്വാസമൊക്കെ പലപ്പോഴും തകർന്നു പോകും. നമ്മുടെ പേഴ്സണൽ വിശ്വാസമൊക്കെ പലപ്പോഴും തകർന്നു പോകും. നമ്മൾ കൊയറിൽ നിന്ന് നമ്മൾ പാടും, അല്ലെങ്കിൽ കോൺഗ്രിഗേഷനിൽ ഇരുന്നു കൊണ്ട് നമ്മൾ പാടും. പക്ഷെങ്കിൽ അവിടെ ഒരു ചെറിയ പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ തിരിഞ്ഞ് നിൽക്കുന്ന സാഹചര്യം പലപ്പോഴും ഉണ്ടാകാറുണ്ട്. ഗ്രേറ്റ് ഈസ് ദൈ ഫെയ്ത്ത്ഫുൾനെസ് എന്ന് പാടും. ദൈവത്തിന്റെ വിശ്വസ്തയെ കുറിച്ച് എല്ലാം നമ്മൾ പാടും. എന്നാൽ ജീവിതത്തിൽ ചെറിയ കാര്യങ്ങൾ വരുമ്പോൾ ദൈവത്തിന്റെ വിശ്വസ്തയെ കുറിച്ച് പലപ്പോഴും ഞാനും നിങ്ങളുമൊക്കെ ആകുലപ്പെട്ടിട്ടുണ്ട്. ഒന്നോർത്തു നോക്കുക, എന്റെ പാട്ടും എന്റെ ദൈവത്തിലുള്ള വിശ്വാസവും എന്റെ പ്രവൃത്തിയും എപ്രകാരം പോകുന്നു എന്ന് ചിന്തിക്കുവാൻ സാധിക്കണം. സോ ദ പോയിന്റ് ഈസ് സിമ്പിൾ. ഒരുമിച്ച് വിശ്വാസ പ്രഖ്യാപനങ്ങൾ നടത്തുവാൻ എളുപ്പമാണ്, പക്ഷെങ്കിൽ അത് പേഴ്സണൽ ജീവിതത്തിലേക്ക് പ്രാവർത്തികമാക്കുവാൻ ചിലപ്പോൾ ഇച്ചിരി പ്രയാസമുള്ള കാര്യമാണ് എന്ന് ഓർമ്മിക്കുന്നു. ഈ ജനം ഒരുമിച്ച് പാടിയവരാണ്, പക്ഷെങ്കിൽ മുൻപിൽ ഒരു പ്രതിസന്ധി വന്നപ്പോൾ അതിന്റെ അല്ലെങ്കിൽ അതിനു മുൻപിൽ ദൈവം നടത്തിയതായ കാര്യത്തെ മറന്നു പോകുന്നതായ ഒരു ജനം. ഓർക്കുക, സ്തുതിയും സ്തോത്രവും ആരാധനകളിൽ മാത്രം പറഞ്ഞാൽ പോരാ, അത് ജീവിതത്തിലും സ്വകാര്യ ജീവിതത്തിലും ഒക്കെ പ്രകടമാക്കേണ്ടതാണ് എന്നുള്ളതിന് സംശയമില്ല. മാറായുടെ അനുഭവം ജീവിതങ്ങളിൽ തരുന്നത് ദൈവമാണെന്നും ആ ദൈവം നമ്മുടെ വിശ്വാസത്തെ ഉറപ്പിക്കുവാൻ വേണ്ടി നൽകുന്നതാണെന്നും അറിയുവാൻ നമുക്ക് സാധിക്കണം. ഇഫ് യു ആർ മർമറിംഗ് ഇൻ ദ ടൈം ഓഫ് ബിറ്റർനെസ്, റിമെമ്പർ അവർ സോങ്സ് ആർ മീനിങ്ലെസ്. നമ്മൾ നമ്മുടെ ജീവിതത്തിന്റെ പ്രതിസന്ധികളിൽ പിറുപിറുക്കുന്നവരാണെങ്കിൽ നമ്മുടെ പാട്ടുകൾ അർത്ഥശൂന്യമാണ് എന്നുള്ളതിന് സംശയമൊന്നുമില്ല. ഞാൻ പാടുന്നത് ഹൃദയം കൊണ്ട് പാടുന്നു എന്ന് പറയുവാൻ എനിക്ക് ഒരിക്കലും സാധ്യമാവുകയില്ല. അതുകൊണ്ട് ദേവാലയത്തിലെ സംഗീതക്കാരായി കമ്മീഷൻ ചെയ്യപ്പെട്ടവരും അവരുടെ ജീവിതത്തിന്റെ എല്ലാ സാഹചര്യത്തിലും അവരുടെ ജീവിതം ദൈവത്തിന്റെ വിശ്വാസ പ്രഖ്യാപനങ്ങളാക്കി മാറ്റുവാൻ സാധിക്കണം എന്ന് ഓർപ്പിക്കുന്നു. ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് അതാണ്. രണ്ടാമതായി, praise and worship through devoted life and ministry by glorifying the King. സ്തുതിയും ആരാധനയും ഒക്കെ ജീവിതത്തിലൂടെയും പ്രവൃത്തിയിലൂടെയും ഒക്കെ സാധ്യമാകുന്നത് ക്രിസ്തു എന്ന രാജാവിനെ മഹത്വീകരിക്കുമ്പോഴാണ്. നാം 2 വേദഭാഗമായി വായിച്ചു കേട്ട ലൂക്കോസിന് സുവിശേഷം 19-ാം അധ്യായം അതിന്റെ 36 മുതൽ 40 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ യേശുക്രിസ്തുവിന്റെ യെരുശലേമിലേക്കുള്ള രാജകീയ പ്രവേശനമായിരുന്നു അതെന്ന് കാണാം. ദ കിങ് വിൽ ബി ഗ്ലോറിഫൈഡ് എന്നുള്ളതായ ഒരു കാര്യം ആ വാക്യങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാം. ഈ വേദഭാഗം നമുക്ക് വളരെ പരിചിതമാണ്. ഹോശന്ന ഞായറിൽ നാം കേൾക്കുന്നതായ വേദഭാഗം. അനേക ഹോശന്ന ഞായറുകളിൽ പാട്ടുപാടിയവരും അനേക ഹോശന്ന പ്രസംഗങ്ങൾ കേട്ടവരുമൊക്കെയാണ്. അപ്പോൾ ഇവിടെ ഒരു രാജാവായ ഒരു രാജകീയ പ്രവേശനം ഈ യെരുശലേമിലേക്ക് നടത്തുന്നതായ ക്രിസ്തു അവിടെ
ഒരു പ്രവാചക അടയാളമായി അതിനെ കാണിക്കുന്നു. ദൈവത്തോട് എപ്പോഴും നിസ്സംഗത പുലർത്തിയിരുന്നതായ യഹൂദന്മാരെ തട്ടി ഉണർത്തുവാനുള്ളതായ ഒരു പ്രവർത്തനമായിരുന്നു ക്രിസ്തുവിന്റെ ഈ രാജകീയ പ്രവേശനമെന്ന് മനസ്സിലാക്കാം. പ്രവചനങ്ങളെ പൂർത്തീകരിക്കുന്നതിന്റെ അടയാളമാണ് എന്ന് നാം മനസ്സിലാക്കുന്നു. ഒരു രാജാവായി കഴുതപ്പുറത്ത് വരുന്നതായ ക്രിസ്തുവിനെ വരവേൽക്കുന്നതായ ജനം അവന്റെ രാജ്യത്വത്തെ അംഗീകരിക്കുന്നു. അപ്പോൾ ഈ വേദഭാഗത്തിൽ മഹത്വത്തിന്റെ രാജാവായി, വിനയത്തിന്റെ രാജാവായി, സ്നേഹത്തിന്റെ രാജാവായി ക്രിസ്തു വരുമ്പോൾ they are accepting Christ as a king and praising him. അവർ ക്രിസ്തുവിനെ അംഗീകരിക്കുകയും ക്രിസ്തുവിനെ പുകഴ്ത്തുകയും ചെയ്യുന്നതായ വാക്യങ്ങൾ നാം കാണുന്നു. 38-ാമത്തെ വാക്യം വായിക്കുന്നത് ഇപ്രകാരമാണ്: കർത്താവിന്റെ നാമത്തിൽ വരുന്ന രാജാവ് വാഴ്ത്തപ്പെട്ടവൻ, സ്വർഗത്തിൽ സമാധാനവും അത്യുന്നതങ്ങളിൽ മഹത്വവും എന്ന് പറഞ്ഞു. അപ്പോൾ ക്രിസ്തുവിനെ വരവേൽക്കുന്നതായ ഈ സാഹചര്യം, യെരുശലേമിലേക്കുള്ള പ്രവേശനം തന്റെ രാജ്യത്വത്തെക്കുറിച്ചും തന്റെ പരസ്യ പ്രഖ്യാപനവുമായി ക്രിസ്തു മാറ്റുമ്പോൾ ഈ രാജാവ് നമ്മളോട് ചില കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുന്നു. ഈ രാജാവ് ചില കാര്യങ്ങൾ നമ്മളോട്, എന്റെയും നിങ്ങളുടെയും ഒക്കെ ജീവിതത്തിലേക്ക് ഓർമ്മിപ്പിക്കുകയാണ്. The king owns all and will exercise the authority over all. രാജാവ് എല്ലാത്തിനെയും ഉടമസ്ഥൻ രാജാവാണ്. അതിന്റെ മേൽ അധികാരം പ്രവർത്തിക്കുവാൻ സാധിക്കുന്നതും ഈ രാജാവിനാണ് എന്ന് പറയുന്നു. അതുകൊണ്ട് ഗീവ് ഇറ്റ് ടു ഹിം, അല്ലേ? ഞാനും നിങ്ങളുമൊക്കെ രാജാവിന്റെ അധികാരത്തിലും രാജാവിന്റെ സ്വന്തവുമാണ്, രാജാവിന്റെ ഉടമസ്ഥതയിലുമുള്ളവരാണ്. അതുകൊണ്ട് അവന് നൽകുവാൻ സാധിക്കണം എന്ന് ഓർമ്മിപ്പിക്കുന്നു. ആ വാക്യങ്ങളിൽ കാണുന്നതും അല്ലെങ്കിൽ അതിന്റെ തൊട്ടു മുമ്പുള്ള വേദഭാഗങ്ങളൊക്കെ വായിക്കുമ്പോഴത്തേക്കിന് നാം മനസ്സിലാക്കുന്നത് അപ്രകാരമാണ്. ഈ രാജാവിനോട് ചേർന്ന് പ്രവർത്തിക്കുവാൻ സാധിക്കുന്നതായ ചില സാഹചര്യങ്ങൾ. കർത്താവ് ഈ യെരുശലേമിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ വരുന്നതിന് മുമ്പ് ചെയ്യുന്നതായ ഒരു അടയാളം അത് അപ്രകാരം മനസ്സിലാക്കുന്നത്, വായിക്കുന്നത് ഇപ്രകാരമാണ്: പോയി ചെന്ന് കഴുതക്കുട്ടിയെ കൊണ്ടുവരിക. അഴിക്കുന്നത് എന്തിനെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കർത്താവിന് ഇതിനെ കൊണ്ട് ആവശ്യമുണ്ട്. ആ ഒരൊറ്റ പ്രവൃത്തിയിൽ പറയുന്നത് ഈ രാജാവിന് സകലത്തിന്റെ മേലും അധികാരമുണ്ട് എന്ന് ഓർമ്മിപ്പിക്കുന്നതായ ഒരു കാര്യം. സോ ഗീവ് ഇറ്റ് ടു ഹിം. ഞാൻ എന്നോടും നിങ്ങളോടും ഒക്കെ പറയുന്നത് ഇപ്രകാരം, എന്റെയും നിങ്ങളുടെയും ഒക്കെ ജീവിതത്തിന്റെ അധികാരം എന്ന് പറയുന്നത് ഈ രാജാവിന് ഉള്ളതാണ്. അവന് വേണ്ടി സമർപ്പിക്കുവാനുള്ള, അവന് വേണ്ടി നൽകുവാനുള്ളതാണ് എന്റെയും നിങ്ങളുടെയും ഒക്കെ ജീവിതം എന്ന് പറയുന്നത്. ഒരു കോറസർ എന്ന നിലയിൽ, ഒരു ഗായക സംഘം എന്ന നിലയിൽ, അല്ലെങ്കിൽ ഒരു കോൺഗ്രിഗേഷനിലെ മെമ്പർ എന്ന നിലയിൽ ഞാനും നിങ്ങളുമൊക്കെ ക്രിസ്തുവിന്റെ ഉടമസ്ഥ അവകാശത്തിൽപ്പെട്ടവരാണ്. അവന് പരിപൂർണമായി നമ്മളെ ഏൽപ്പിച്ച് കൊടുക്കുവാൻ നമുക്ക് സാധിക്കണം. ഒരു തിരഞ്ഞെടുക്കപ്പെട്ട സമൂഹം എന്ന നിലയിൽ, ഒരു കമ്മീഷൻ ചെയ്യപ്പെട്ടതായ ആളുകൾ എന്ന നിലയിൽ എന്റെ ജീവിതത്തിന്റെ പൂർണ്ണ അധികാരം ക്രിസ്തുവിന് ഉള്ളതാണ് എന്ന് പറയുവാൻ സാധിക്കണം. അതുകൊണ്ട് അവന് നൽകുവാൻ, നമ്മെ തന്നെ നൽകുന്ന അനുഭവങ്ങളായിട്ട് തീരണം. ഓരോ ഗായക സംഘങ്ങളുടെ പ്രതിഷ്ഠകളിലും നാം ഏറ്റുപറയുന്നതായ ചില കാര്യങ്ങളുണ്ട്. ഞാൻ ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി എന്നെ തന്നെ പരിപൂർണമായി ഏൽപ്പിച്ചു തരുന്നു എന്ന് പറയുന്നതായ ഒരു കാര്യം. ചില ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് ഈ പ്രതിഷ്ഠകളിലൊക്കെ ആദ്യ സമയങ്ങളിൽ. കൃത്യമായി പ്രാക്ടീസിന് വരാമോ, കൃത്യമായ കാര്യങ്ങൾക്ക് വരാമോ എന്നെല്ലാം ചോദിക്കുന്നു. ഈ ശുശ്രൂഷയിലേക്ക് നിങ്ങളെ ക്ഷണിക്കുമ്പോൾ, നിങ്ങളെ വിളിക്കുമ്പോൾ ചോദിക്കുന്നതായ ചില കാര്യങ്ങൾ. അപ്പോൾ നമ്മളെല്ലാം യെസ് എന്ന് പറയും. ഞാൻ ദൈവം സഹായിച്ച് എല്ലാം ചെയ്യുമെന്ന് പറയും. കുറച്ച് കഴിഞ്ഞിട്ട് പല ഗായക സംഘങ്ങളിലുമൊക്കെ പ്രവർത്തിച്ചത് കൊണ്ടും ഒക്കെ നമ്മൾ കാണുന്നത് പിന്നീട് പ്രാക്ടീസിന് വെച്ച് കഴിഞ്ഞാൽ വിളിച്ചു കഴിഞ്ഞാൽ ഒത്തിരി ഒഴിവ് കഴിവുകൾ പറയുന്ന ആളുകളാണ്. ഓർപ്പിക്കുന്നത്, എന്നെയും നിങ്ങളെയും തിരഞ്ഞെടുത്തതെങ്കിൽ ഓർക്കുന്നത് ദൈവത്തിന്റെ പൂർണ്ണ അധികാരത്തിലേക്ക് ആണ് അവന് വേണ്ടി നൽകുവാൻ, നമ്മെ തന്നെ പരിപൂർണമായി നൽകുവാൻ സാധിക്കണം. രണ്ടാമത് അവിടെ പറയുന്നത്, ദ കിങ് എസ്റ്റാബ്ലിഷ് ഹിംസെൽഫ് ഓൺ ഹിസ് ത്രോൺ സബ്മിറ്റിംഗ്. രാജാവ് അവന്റെ രാജ്യത്വത്തെ വെളിപ്പെടുത്തുന്നു. അതുകൊണ്ട് അവന് പരിപൂർണമായി സമർപ്പിക്കണം. ഒരു രാജാവിന്റെ രീതിയിൽ എഴുന്നള്ളുന്നതായ ക്രിസ്തു, അവനെ സ്വീകരിക്കുന്നതായ ജനം അവന്റെ രാജ്യത്തെ
രാജ്യത്തെ അംഗീകരിക്കുന്നതായ ഒരു സമൂഹമാണ്. അതുകൊണ്ട് തൻ്റെ രാജ്യത്വത്തെ അംഗീകരിക്കുമ്പോൾ അവൻ്റെ രാജ്യത്തിനു വേണ്ടി സമർപ്പിക്കുന്ന അനുഭവങ്ങളായിട്ട് തീരേണ്ടത് ആവശ്യമാണ്. അവസാനമായിട്ട് ദ കിങ് വിൽ ബി ഗ്ലോറിഫൈഡ് ബൈ യുവർ ലൈഫ്, വർഷിപ്പ് ഹിം. ഈ ക്രിസ്തു നിങ്ങളുടെ ജീവിത രീതികൾ കൊണ്ട് മഹത്വീകരിക്കപ്പെടും, അവനെ ആരാധിക്കുവാൻ സാധിക്കണം എന്ന് പറയുന്നു. നമ്മുടെ ജീവിതം കൊണ്ട് രാജാവിനെ മഹത്വപ്പെടുത്തുന്നതായ അനുഭവങ്ങളായിട്ട് തീരുവാൻ സാധിക്കണം. അവനെ ആരാധിക്കുന്നതിലൂടെ ഓരോ പ്രതിഷ്ഠയിലും ശുശ്രൂഷകൻ പറയുന്നതായ കാര്യങ്ങളുണ്ട്. നിങ്ങളുടെ അധരങ്ങൾ കൊണ്ട് പാടുന്നത് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും നിങ്ങളുടെ ഹൃദയം കൊണ്ട് വിശ്വസിക്കുന്നത് ജീവിതത്തിലൂടെ സാക്ഷ്യപ്പെടുത്തുവാൻ കർത്താവ് സഹായിക്കട്ടെ എന്നാണ് അവിടെ പറയുന്നത്. ഓർപ്പിക്കുന്നത്, ഞാൻ പാടുന്നത് എൻ്റെ ജീവിതം കൊണ്ട് തെളിയിച്ച് കാണിക്കുവാൻ നമുക്ക് സാധിക്കണം. പ്രത്യേകിച്ച് ഓരോ ഗായക സംഘങ്ങളും പ്രത്യേക വേഷങ്ങളും ഒക്കെ നൽകി കുഞ്ഞാടിന്റെ രക്തത്താൽ അലക്കി വെളുപ്പിച്ച അങ്കി ഇട്ട് നിൽക്കുന്ന ആളുകൾ അവരുടെ ജീവിതം, സാമൂഹിക ജീവിതം, പേഴ്സണൽ ജീവിതങ്ങളുമൊക്കെ എല്ലാവരും മോണിറ്റർ ചെയ്യുന്നതാണ് എന്ന് ഓർക്കുവാൻ നമുക്ക് സാധിക്കണം. അത് രണ്ടും ഒരുമിച്ച് ചേർന്ന് പോകുമ്പോഴാണ് എൻ്റെ പാട്ടും എൻ്റെ ശുശ്രൂഷകളും എൻ്റെ പ്രവൃത്തികളും ഒക്കെ ഒരുമിച്ച് ആയിത്തീരുന്നത്, അർത്ഥമുള്ളതായിത്തീരുന്നത് എന്ന് മനസ്സിലാക്കുവാൻ ഇടയാകട്ടെ. എൻ്റെ വാക്കുകളെ ഞാൻ അവസാനിപ്പിക്കട്ടെ. വിളിച്ച് ചേർക്കപ്പെട്ട സമൂഹം എന്ന നിലയിൽ വിശുദ്ധമായ ഉത്തരവാദിത്വം ചെയ്യുവാൻ പാട്ടുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ദൈവിക പ്രവൃത്തികളെ വർണ്ണിക്കുവാൻ നമ്മുടെ ജീവിതം കൊണ്ട് നമുക്ക് സാധിക്കട്ടെ. ജീവിതത്തിന്റെ അധികാരം ക്രിസ്തുവിന് മാത്രമാണെന്ന് പറയുവാൻ ഇടയാകും. എൻ്റെ ജീവിതത്തിലൂടെ ആ രാജാവിനെ ഞാൻ പുകഴ്ത്തും, മഹത്വീകരിക്കും എന്ന് പറയുന്നതായ അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. സ്വർഗീയ മാലാഖമാരോട് ചേർന്ന് ദൈവത്തെ ആരാധിക്കുന്ന ആരാധനകളായിത്തീരുവാൻ നമ്മുടെ ആരാധനകൾ സാധിക്കട്ടെ. നമ്മുടെ ഗായക സംഘങ്ങൾക്ക് തുടർന്നും അതിന് ഇടയാക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടി ഇങ്ങനെ അവസരം നൽകിയ അച്ഛനോടുള്ള പ്രത്യേക നന്ദി അറിയിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഇപ്പോൾ പിതാവായ ദൈവത്തിനും പുത്രനായ ദൈവത്തിനും പരിശുദ്ധാത്മാവായ ദൈവത്തിനും സകല ബഹുമാനവും കാലാവസാനം കൂടാതെ ഉണ്ടായിരിക്കുമാറാകട്ടെ. അപ്പോസ്തല വിശ്വാസ പ്രമാണം നമുക്ക് ചേർന്ന് പ്രഖ്യാപിക്കാം. സർവശക്തിയുള്ള പിതാവായി ആകാശത്തെ ഭൂമിയെ സൃഷ്ടനായ ഞാൻ വിശ്വസിക്കുന്നു. അവൻ്റെ ഉത്തരവായ യേശുസും ഞാൻ വിശ്വസിക്കുന്നു. ഇവൻ പരിശുദ്ധാത്മാവിന കന്യാമരിൽ ഉത്പാദിക്കപ്പെട്ട് ജനിച്ച് പൊന്തിയോസ് പിലാത്തിൽ കഷ്ടപ്പെട്ടു, കുരിശിക്കപ്പെട്ടു, മരിച്ചു, അടക്കപ്പെട്ടു. അവൻ പാതാളത്തിലേക്ക് ഇറങ്ങി, മൂന്നാം ദിവസം മരിച്ചു ഉയർന്നേറ്റു. അവൻ സ്വർഗ്ഗത്തിലേക്ക് കയറി സർവശക്തിയുള്ളതായ ദൈവത്തിൻ്റെ അടുത്ത് വാത്തിരിക്കുന്നു. അവിടുന്ന് അവൻ ജീവനുള്ളവരെ മരിച്ചവരെ നയിപ്പാൻ വരികയും ചെയ്യും. പരിശുദ്ധാത്മാവിനെ വിശ്വസിക്കുന്നു. വിശുദ്ധാലിക സഭയിലും വിശുദ്ധമാരുടെ സംസർഗത്തിലും പാവമോചനത്തിലും ശരീരത്തിൻ്റെ പുനരുദ്ധാനത്തിലും നിത്യജീവൻ ഞാൻ വിശ്വസിക്കുന്നു. ആമീൻ. ബർത്ത്ഡേ ലിസ്റ്റ് വായിക്കുന്നു. മാസ്റ്റർ എഫ്രൻ ജോൺ, മാസ്റ്റർ അമൽ ജോൺ, മിസസ് രശ്മി എബ്രഹാം, മിസ് അലീഷ എലിസബത്ത് ചെറിയാൻ, മിസ്റ്റർ ചെറിയാൻ കെയോ, മിസസ് സൂസൻ ജോസഫ്. നമുക്ക് പ്രാർത്ഥിക്കാം. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവാന്തരം വിശുദ്ധനാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. ജീവൻ്റെ പരിപാലകനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഈ ആഴ്ചയിൽ ജന്മദിനം കൊണ്ടാടുന്ന എല്ലാ പ്രിയ മക്കളെയും ദൈവങ്ങളിൽ സമർപ്പിക്കുന്നു. അവരുടെ ജനനം മുതൽ ഈ സമയം വരെയും അത്ഭുതകരം അതിശയകരമായി ഭൂമിയുടെ പരപ്പിൽ സാക്ഷ്യമായി വഴി നടത്തിയ വിധങ്ങൾക്കായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന നാഥനെ. പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് പഠിക്കാൻ ആവശ്യമായ വിദ്യാഭ്യാസം നൽകണമേ. ജ്ഞാനം വിവേകം പ്രദാനം ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ പുതിയ കൃപകളും അനുഗ്രഹങ്ങളും ചൊരിയണമെന്ന് പ്രാർത്ഥിക്കുന്നു.
അവിടുത്തെ ഓരോ പ്രിയ മക്കളെ അനുഗ്രഹിക്കണമേ. യേശു തമ്പുരാൻ്റെ നാമത്തിൽ യാചിക്കുന്നു, കൃപയോട് കേൾക്കുമാറാകണമേ. ആമീൻ. വെഡ്ഡിംഗ് ആനിവേഴ്സറി മിസസ് ആൻഡ് മിസ്റ്റർ ഐവാൻ ജേക്കബ്. പ്രാർത്ഥിക്കാം. സകല കുടുംബങ്ങൾക്കും കാരണഭൂതനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, വിവാഹർഷ ആഘോഷിക്കുന്ന അവിടുത്തെ പ്രിയ മക്കളെ അനുഗ്രഹിക്കണമേ. അവർ കുടുംബജീവിതം ആരംഭിച്ച നിമിഷം മുതൽ ഈ സമയം വരെ അത്ഭുതകരം അതിശയകരമായി ഭൂമിയുടെ വരപ്പിൽ സാക്ഷ്യമായി സർവശക്തനായ ദൈവം വഴി നടത്തിയ വിധങ്ങൾക്കായി സ്തുതിക്കുന്നു. സ്വാതന്ത്ര്യം ചെയ്യുന്നതിനെ പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ പുതിയ കൃപകളും അനുഗ്രഹങ്ങളും ചൊരിയണമെന്ന് പ്രാർത്ഥിക്കുന്നു. സന്താപകാലത്തും സന്തോഷകാലത്തും ദൈവത്തിൽ ആശ്രയിച്ച് ജീവിപ്പാൻ ശക്തിയിരിക്കുകയും സഹായിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദിയോടെ സ്തോത്രം. ദൈവമായ കർത്താവേ, ദൈവസ്നേഹത്തിൽ അധിഷ്ഠിതമായ കുടുംബജീവിതം കെട്ടിപ്പടുക്കുവാൻ നിൻ്റെ പ്രിയ മക്കളെ അവിടുന്ന് ഒരുക്കി അനുഗ്രഹിക്കുകയും ചെയ്യണമെന്ന് യേശു തമ്പുരാൻ്റെ നാമത്തിൽ യാചിക്കുന്നു. കൃപയോട് കേൾക്കുമാറാകണമേ. ആമീൻ. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായിട്ട് നമുക്ക് ഒരുങ്ങാം. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായി നമ്മുടെ തലകളെ വണക്കാം. സ്നേഹസ്വരൂപനായ ദൈവമേ, നന്ദി നിറഞ്ഞ ഹൃദയവുമായി അടിയങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഈ വിശുദ്ധ ദിവസത്തിനായി ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. നന്മകൾ മാത്രം നൽകുന്ന സ്വർഗീയ പിതാവേ, ചോദിക്കാത്ത അനുഗ്രഹങ്ങളും കാവലും നൽവഴികളും ഒരുക്കി ഒരാഴ്ച കൂടി ഞങ്ങളെ കാത്തു പരിപാലിച്ചുവല്ലോ. എല്ലാ നല്ല അനുഭവങ്ങൾക്കായി നന്ദി പറയുന്നു. വന്നുപോയ കുറ്റങ്ങളും കുറവുകളും ക്ഷമിക്കണമേ. ദൂരത്തും ചാരത്തുമുള്ള പ്രിയപ്പെട്ടവരെയും ആവശ്യത്തിലുള്ളവരെയും അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. രോഗികൾക്ക് സുഖവും ദുഃഖിതർക്ക് ആശ്വാസവും നിരാശർക്ക് പ്രത്യാശയും നൽകണമേ. എല്ലാവരെയും അനുഗ്രഹിക്കണമേ കർത്താവേ. ലോകം കോവിഡ് എന്ന മഹാമാരിയുടെ പിടിയിൽ അകപ്പെട്ടിരിക്കുമ്പോൾ ഞങ്ങൾ ഓരോരുത്തരെയും കാത്തു പരിപാലിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു. സേവനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന ഡോക്ടർമാരെയും നഴ്സുമാരെയും മറ്റ് പ്രവർത്തികളിൽ ഏർപ്പെട്ടിരിക്കുന്നവരെയും ഓർക്കുന്ന കർത്താവേ, ഞങ്ങളുടെ സഭ അധ്യക്ഷനായ അച്ഛനെയും കുടുംബത്തെയും കാത്തുകൊള്ളണമേ. അനുഗ്രഹിക്കണമേ നാഥ. സഭയുടെ വിവിധ സംഘടനകളെ ഓർത്ത് പ്രാർത്ഥിക്കാം. നമ്മുടെ കമ്മിറ്റി അംഗങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കാം. സൺഡേ സ്കൂൾ, വിമൻസ് ഫെലോഷിപ്പ്, കൊയർ, യൂത്ത് ഫെലോഷിപ്പ്, ബിൽഡിംഗ് കമ്മിറ്റി, എല്ലാ സംഘടനകളെയും ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. പുതിയ ദേവാലയത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം. പഠിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കാം. ഇന്ന് കൊയർ സൺഡേ ആചരിക്കുന്ന വേളയിൽ എല്ലാ കൊയർ അംഗങ്ങളെയും ഭാരവാഹികളെയും പ്രാർത്ഥനയിൽ ഓർക്കാം. മുന്നോട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ എല്ലാ അപേക്ഷകളും കർത്താവിൽ അർപ്പിച്ചുകൊണ്ട് നമുക്ക് രണ്ടാമത്തെ ലിത്താനി ഉപയോഗിക്കാം. ഓരോ അപേക്ഷയുടെ പിറകെ കർത്താവെ കരുണയുണ്ടാകണമേ എന്ന് ഏറ്റുചൊല്ലാം. കർത്താവെ കരുണയുണ്ടാകണമേ എന്ന്. മേൽ നിന്നുള്ള സമാധാനത്തിന് വേണ്ടിയും നമ്മുടെ ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടിയും നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. കർത്താവേ കരുണയുണ്ടാകണമേ. ലോക സമാധാനത്തിന് വേണ്ടിയും ദൈവത്തിന്റെ വിശുദ്ധ സഭയുടെ ക്ഷേമത്തിന് വേണ്ടിയും സകല മനുഷ്യരുടെ ഐക്യത്തിന് വേണ്ടിയും നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. സഭാ മേലധ്യക്ഷന്മാർക്ക് വേണ്ടിയും എല്ലാ ശുശ്രൂഷകർക്ക് വേണ്ടിയും വിശേഷാൽ നമ്മുടെ മോഡറേറ്റർക്ക് വേണ്ടിയും ഉത്തരേന്ത്യ സഭയുടെ മോഡറേറ്റർക്ക് വേണ്ടിയും മാർത്തോമ സഭയുടെ മെത്രോപൊലിത്തയ്ക്ക് വേണ്ടിയും നമ്മുടെ ബിഷപ്പിന് വേണ്ടിയും അവർ വിശുദ്ധ ഹൃദയത്തോടുകൂടിയും നല്ല മനസാക്ഷിയോടും കൂടിയും ഞങ്ങളുടെ ശുശ്രൂഷയെ നിവർത്തിക്കേണ്ടതിന് നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. നമ്മുടെ രാജ്യത്തെ എല്ലാ ഭരണകർത്താക്കൾക്ക് വേണ്ടിയും അധികാരത്തിലുള്ള മറ്റെല്ലാവർക്കു വേണ്ടിയും നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. കർത്താവേ കരുണയുണ്ടാകണമേ. രോഗികൾക്കും കഷ്ടപ്പെടുന്നവർക്കും ദുഃഖിതർക്കും മരിക്കാറായവർക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കരുണയുണ്ടാകണമേ. അഗതികൾക്കും വിശന്നിരിക്കുന്നവർക്കും അനാഥർക്കും വിധവമാർക്കും പീഡ അനുഭവിക്കുന്നവർക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ കരുണയുണ്ടാകണമേ. അന്ധകാരത്തിൽ നിന്ന് തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നമ്മെ വിളിച്ചവന്റെ സദ്ഗുണങ്ങൾ ഘോഷിക്കുവാൻ നമുക്ക് വേണ്ടിയും ക്രിസ്തുവിന്റെ നാമം ഏറ്റുപറയുന്ന ഏവർക്ക് വേണ്ടിയും നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് ഭൂമിയിൽ ദൈവത്തെ സേവിച്ച് ഇപ്പോൾ വിശ്രമിക്കുന്ന എല്ലാ ദൈവഭൃത്യരോടുകൂടി
തൻ്റെ അന്തമില്ലാത്ത സന്തോഷത്തിൻ്റെ പൂർണ്ണതയിലേക്ക് പ്രവേശിക്കുന്നതിനായി നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. കർത്താവേ കരുണയുണ്ടാകണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സകല ജ്ഞാനത്തിൻ്റെയും ഉറവയാകുന്ന ദൈവമേ, ഞങ്ങൾ ചോദിക്കുന്നതിന് മുൻപേ തന്നെ ഞങ്ങളുടെ ആവശ്യങ്ങൾ നിഗ്രഹിച്ചിരിക്കുന്നു. ചോദിക്കുന്നതിനുള്ള അജ്ഞതയും നീ അറിയുന്നു. ഞങ്ങളുടെ അയോഗ്യത മൂലം പല കാര്യങ്ങളും നിന്നോട് ചോദിക്കുവാൻ ഞങ്ങൾ തുനിയുന്നില്ല. ഞങ്ങളുടെ അന്ധത മൂലം പല ആവശ്യങ്ങളും തിരുമുൻപാകെ സമർപ്പിക്കുവാൻ കഴിയുന്നതുമില്ല. എന്നാൽ ഞങ്ങളുടെ ബലഹീനതകളിൽ മനസ്സിലുമുണ്ടായി ഞങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ യോഗ്യത മൂലം ഞങ്ങൾക്ക് തരുവാൻ ഇഷ്ടമുണ്ടാകണമെന്ന് ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. ആമേൻ. പ്രാർത്ഥന കേൾക്കണമേ കർത്താവേ എന്ന പാട്ട് നമുക്ക് ചേർന്ന് പാടാം. പ്രാർത്ഥന കേൾക്കണമേ കർത്താവേ, യാചന നൽകണമേ കർത്താവേ, യാചന നൽകണമേ. പുത്രന്റെ നാമത്തിൽ ചോദിക്കും കാര്യങ്ങൾ ഉത്തരം താമരുള മെയ്തൊരു വാഗ്ദത്തം പോൽ ദയവായി മെയ്തൊരു വാഗ്ദത്തം പോൽ ദയവായി. പ്രാർത്ഥന കേൾക്കണമേ കർത്താവേ, യാചന നൽകണമേ കർത്താവേ, യാചന നൽകണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. അളവിലധികമായി ഞങ്ങളെ സ്നേഹിക്കുന്ന ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, നല്ലതും മനോഹരമായ സമയത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു നാഥനെ. അങ്ങേ ആത്മാവിന് സത്യത്തിൽ ആരാധിപ്പാൻ ഞങ്ങൾ ഒരുക്കുന്ന കൃപകൾക്കായി സ്തുതിക്കുന്നു. ഹല്ലേലൂയ. വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ഗായസംഘ ഞായറാഴ്ചയായി അങ്ങയുടെ സന്നിധിയിലേക്ക് കടന്നു വരുവാൻ ഞങ്ങളെ ശക്തീകരിച്ചുവല്ലോ, സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ CSI സഭയെ ദൈവം സമർപ്പിക്കുന്നു. മോഡറേറ്റർ, ഡെപ്യൂട്ടി മോഡറേറ്റർ, സിനഡ് ഭാരവാഹികളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ എല്ലാ ബിഷപ്പുമാരെയും ശുശ്രൂഷകളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, സ്തുതിക്കുന്നു. ഹല്ലേലൂയ. വിശേഷാൽ ഞങ്ങളുടെ മധ്യകേരള മഹായുടെ ബിഷപ്പ് റൈറ്റ് റവറൻ തോമസ് കെ ഉമ്മൻ തിരുമേനി ഓർത്ത് പ്രാർത്ഥിക്കുന്നു. മേടക്ക് ഡൈസ് ബിഷപ്പ് റൈറ്റ് റവറൻ ഡോക്ടർ SC സോളമൻ രാജ് ബിഷപ്പിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഈ നാളിൽ ശുശ്രൂഷകളെ അവിടുന്ന് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദിയോടെ സ്തോത്രം. എല്ലാ വൈദിക ശ്രേഷ്ഠരെയും സുവിശേഷ വേലയായിരിക്കുന്ന എല്ലാ പ്രിയ മക്കളെയും ദൈവങ്ങളിൽ സമർപ്പിക്കുന്ന അതിനെ ഹല്ലേലൂയ. ഞങ്ങളുടെ ഹൈദരാബാദ് സഭയെ ദൈവങ്ങളിൽ സമർപ്പിക്കുന്നു. നേതൃത്വം നൽകുന്ന ചർച്ച് കമ്മിറ്റിയങ്ങൾ, ബിൽഡിംഗ് കമ്മിറ്റിയങ്ങൾ, വിസ്തരമായ സേവനങ്ങൾക്കായും സാക്ഷ്യങ്ങൾക്കായും നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്ന നാഥനെ. ദൈവമായ കർത്താവെ, ഞങ്ങളുടെ സൺഡേ സ്കൂളിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പഠിക്കുന്ന കുഞ്ഞുങ്ങളെയും പഠിപ്പിക്കുന്ന അധ്യാപകരെയും ദൈവിക ജ്ഞാനത്താൽ പ്രകാശിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ഗായസംഘത്തിനായി എന്നോട് സ്തോത്രം ചെയ്യുന്നു. ഗായസംഘം ഞായറാഴ്ചയായി അങ്ങയുടെ സന്നിധിയിലേക്ക് കടന്നു വരുമ്പോൾ കർത്താവെ, കഴിഞ്ഞ കാലങ്ങളിൽ നേതൃത്വം നൽകിയ എല്ലാ പ്രിയ മക്കൾക്കുമായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഈ നാളുകളിൽ ഗായസംഘത്തെ നയിക്കുന്ന പ്രിയപ്പെട്ടവരെ അവിടെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സ്വർഗീയ ദൂതസേനയോട് ചേർന്ന് ഇമ്പമേറി ഗാനങ്ങൾ ആലപിപ്പാൻ സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് പരിശുദ്ധൻ പരിശുദ്ധൻ എന്ന് പാടിയർക്കുവാൻ അവിടുത്തെ പ്രിയ മക്കളെ ശക്തീകരിക്കുകയും സഹായിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. യൂത്ത് മൂവ്മെൻ്റ് ഓർത്ത് പ്രാർത്ഥിക്കുന്നു.
എല്ലാ പ്രവർത്തനങ്ങൾക്കായി നമ്മുടെ സ്വാഗതം ചെയ്യുന്നു. സ്തുതിക്കുന്ന അതിനെ ബ്രോൺസ് ഫെലോഷിപ്പിൻ്റെ പ്രവർത്തനങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഈ നാൾ നടക്കുന്ന ബൈബിൾ സ്റ്റഡിയൊക്കെയും അനുഗ്രഹമായി തീരുവാൻ ശക്തിയിരിക്കുകയും സഹായിക്കുകയും ചെയ്യുന്നത് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ഞങ്ങളുടെ സഭയിലെ രോഗാക്ഷീണാവസ്ഥയിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പൂർണ്ണമായി വിടുതൽ ആശ്വാസം പ്രദാനം ചെയ്യുന്നത് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവെ, അവിടുന്ന് സൗഖ്യം പ്രാപിച്ച പ്രിയപ്പെട്ടവരെ ദൈവങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വിശേഷാൽ മോഹൻ ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കുടുംബമായിട്ട് അവിടുന്ന് അനുഗ്രഹിക്കുന്നത് പ്രാർത്ഥിക്കുന്നു. പൊന്നമാൻചി ദൈവങ്ങളിൽ സമർപ്പിക്കുന്നു. ലഭിച്ച രോഗസൗഖ്യത്തിനായി വിടുതലിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. സ്തുതിക്കുന്ന അതിനെ ഹല്ലേലൂയ. സ്നേഹമുള്ള കർത്താവെ, ആശിഷിനെ ദൈവം സമർപ്പിക്കുന്നു. നിന്റെ മക്കൾക്ക് ലഭിച്ച വിടുതലിനായി രോഗസൗഖ്യത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. സ്തുതിക്കുന്ന അതിനെ കുടുംബമായിട്ട് പ്രിയ മക്കളെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ദൈവമായ കർത്താവെ, CI ജേക്കബ് പങ്കളിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നിന്റെ മകൻ ലഭിച്ച എല്ലാ നന്മകൾക്കും അനുഗ്രഹങ്ങൾക്കുമായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. സ്തുതിക്കുന്ന അതിനെ വാർദ്ധസഹജമായ ക്ഷീണാവസ്ഥയിലായിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ ദൈവം സമർപ്പിക്കുന്നു. പൂർണ്ണമായി വിടുതൽ ആശ്വാസം പ്രദാനം ചെയ്യുമെന്ന് പ്രാർത്ഥിക്കുന്നു. കോവിഡ് എന്ന മഹാമാരിയിൽ ദുരിതം അനുഭവിക്കുന്ന പ്രിയപ്പെട്ടവരെ ദൈവം സമർപ്പിക്കുന്നു. നിന്റെ മക്കളെ എല്ലാം അവിടെ നിന്ന് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ നാളിൽ പ്രയാസങ്ങളും പ്രതിസന്ധികളുമായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. കർത്താവെ, ഈ നാളുകളിൽ ഞങ്ങളുടെ രാഷ്ട്രത്തിന് വേണ്ടി സേവനം ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവരും ദൈവം സമർപ്പിക്കുന്നു. കോവിഡ് പ്രോട്ടോക്കോൾ അനുസരിച്ചുകൊണ്ട് ജീവിപ്പാൻ ഞങ്ങളെ ശക്തിയിരിക്കാൻ സഹായിക്കുകയും ചെയ്യണമേ. ഞങ്ങൾക്കായി ശുശ്രൂഷ ചെയ്യുന്ന കർത്താവെ, ഗവൺമെൻറ്, ആരോഗ്യ മേഖല, ഡോക്ടേഴ്സ്, നഴ്സുമാരെല്ലാം ദൈവം സമർപ്പിക്കുന്നു. കർത്താവെ, വിവിധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന ഏവരോടും ശക്തിയിരിക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ഈ നാളിൽ വിവാഹത്തിനായിട്ട് ഒരുങ്ങുന്ന പ്രിയ മകനെ ദൈവം സമർപ്പിക്കുന്നു. അവിടെ ശക്തിയിരിക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ഞങ്ങളൊരു ദേവാലയത്തിന് വേണ്ടി ആഗ്രഹിക്കുന്ന ആത്മാവിനെ തൃപ്തിപ്പെടുത്തുന്ന കർത്താവ് ഞങ്ങളുടെ ആഗ്രഹങ്ങളെ കണ്ടറിഞ്ഞ് അവിടെ സബലീകരിക്കുകയും ശക്തിയിരിക്കുകയും സഹായിക്കുകയും ചെയ്യുന്നത് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. അവിടുന്ന് ഞങ്ങൾക്ക് വസിപ്പാൻ പാർപ്പിടവും ധരിപ്പാൻ വസ്ത്രവും കഴിപ്പാൻ ആഹാരം ഉറക്കായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ കണ്ണിനെ കണ്ണുനീരിൽ നിന്നും കാലിന് വേശയിൽ നിന്നും പ്രാണനെ മണത്തിൽ വിടുവിക്കുന്നു പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ദൈവമായ കർത്താവെ, അവിടുന്ന് അന്ധകാരത്തിൽ പ്രകാശമായി, നിരാശയിൽ ആശ്വാസമായി, വേദന പ്രത്യാശയായി ഞങ്ങളൊപ്പം വസിക്കുന്ന കൃപകൾക്കായി സ്തുതിക്കുന്നു. സ്തോത്രം ചെയ്യുന്ന അതിനെ ഞങ്ങളെ തന്നെ സമ്പൂർണ്ണമായി സമർപ്പിക്കുന്നു. മഹത്വം അവിടുന്ന് എടുക്കണമെന്ന് യേശു തമ്പുരാൻ്റെ നാമത്തിൽ യാചിക്കുന്നു. കൃപയോട് കേൾക്കുമാറാകണമേ. ആമീൻ. കർത്താവിൻ്റെ പ്രാർത്ഥന നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ ഇഷ്ടം പോലെ ഭൂമിയിൽ നൂലാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണമേ. ഞങ്ങളുടെ കാര്യം ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ കടങ്ങൾ ക്ഷമിക്കണമേ. ഞങ്ങളൊരു ശേഖരത്താണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്ക് ഞങ്ങൾക്കുള്ളാവുന്നുവല്ലോ. ആമീൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും സഹവാസം സ്വർഗവും നാം എല്ലാവരോടും ഇന്നും എന്നേക്കും ഇരിക്കുമാറാകട്ടെ. ആമീൻ. Eternal
കർത്താവ് നിങ്ങളോടുകൂടി ഇരിക്കട്ടെ. നിങ്ങളോടുകൂടി നമുക്ക് സമാധാനത്തോടെ ആയിരിക്കാം. കർത്താവിൻ്റെ നാമത്തിൽ തന്നെ. ആമീൻ.